Bismillahirrahmanirrahim. Alhamdulillahi Rabbil Alameen. Nahmaduhu subhanahu wa ta'ala wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi. Wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Allahumma salli wa sallim wa barik ala sayyidina Muhammadin wa ala alihi wa sahbihi ajma'in. Allahumma ja'al jam'ana hadha jam'an marhuma waj'al tafarruqana min ba'dihi tafarruqan ma'suma wa la taj'al fina wa la ma'ana shaqiyyan wa la mahruma. Rabbana atina min ladunka rahmatan wa hayyi' lana min amrina rashada. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, രക്ഷിതാക്കളെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കാരുണ്യവാനായ പടച്ചതമ്പുരാൻ നമ്മെല്ലാവരെയും സദാ അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ചതമ്പുരാൻ വളരെ വിശേഷപ്പെട്ട ഈ സമയത്ത് അള്ളാഹുവിൻ്റെ ഭവനത്തിൽ നമ്മളിങ്ങനെ ഒത്തുചേർന്നതിനെ പ്രത്യേകമായി അനുഗ്രഹിക്കുകയും നമ്മൾ ചെലവഴിക്കുന്ന ഈ സമയവും നമ്മൾ പറയുന്നതും കേൾക്കുന്നതുമൊക്കെ പരിപൂർണ ഇഖ്ലാസോടുകൂടിയുള്ള ഒരു സൽക്കർമ്മമായി നമ്മളിൽ നിന്ന് സ്വീകരിക്കുകയും അതിമഹത്തായ അനുഗ്രഹങ്ങൾ നമ്മുടെ ദുനിയാവിലെ ജീവിതത്തിലും സ്വർഗം പരലോക ജീവിതത്തിലും പ്രതിഫലമായി നൽകി നമ്മെ പ്രത്യേകം അനുഗ്രഹിക്കുകയും തുണക്കുകയും ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം, അള്ളാഹുവിൻ്റെ വിധിപ്രകാരം, അള്ളാഹുവിൻ്റെ ഭൂമിയിൽ അവൻ്റെ ധാരാളക്കണക്കായ സൃഷ്ടി ചരാചരങ്ങളുടെ കൂട്ടത്തിൽ മനുഷ്യരായി ജനിച്ചു ജീവിക്കാൻ അവസരം കിട്ടിയിട്ടുള്ളവരാണ് നമ്മളെല്ലാവരും. അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച ആദ്യത്തെ പടപ്പ് മനുഷ്യനല്ല. മനുഷ്യനെ പടക്കുന്നതിന് മുമ്പ് തന്നെ അള്ളാഹുവിന് ധാരാളം സൃഷ്ടികൾ ഉണ്ടായിട്ടുണ്ട്. പലതരത്തിലുള്ള ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള സൃഷ്ടിവർഗങ്ങളെയൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സൃഷ്ടികൾക്ക് പഞ്ഞമില്ലാത്ത ഒരു കാലത്ത്, ഒരു സന്ദർഭത്തിൽ തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ പടക്കാൻ തീരുമാനിക്കുകയും ആ ഉദ്ദേശം മലക്കുകളുടെ മുമ്പിൽ പ്രഖ്യാപിക്കുകയും ചെയ്തത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പല സ്ഥലങ്ങളിലായി ഈ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. മനുഷ്യനെ പടക്കാനുള്ള തൻ്റെ ഉദ്ദേശത്തെ പ്രഖ്യാപിച്ചുകൊണ്ട് രണ്ട് രീതിയിലുള്ള പരാമർശങ്ങൾ വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുണ്ട്. അതിലൊന്ന്, അല്ലാഹു മലക്കുകളോട് ഇന്നി ഖാലിഖും ബശറ ഇന്നി ഖാലിഖും ബശറം മിൻ തീൻ
ഞാൻ കളിമണ്ണിൽ നിന്ന് മനുഷ്യനെ പടക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞുവെന്ന അതിൻ്റെ ബാക്കിയിൽ അള്ളാഹു പറയുന്നത് ഫൈദാ സവ്വൈതുഹു വനഫഖ്തു ഫീഹി മിർ റൂഹി ഫഖഉ ലഹു സാജിദീൻ. അപ്പോൾ ഞാൻ പുതിയ ഒരു സൃഷ്ടിപ്പ് നടത്തുകയാണ്. മനുഷ്യനെയാണ് ഞാൻ സൃഷ്ടിക്കുന്നത്, മനുഷ്യനെയാണ് ഞാൻ പുതുതായി പടക്കാൻ പോകുന്നത്. മനുഷ്യനെ ഞാൻ പടക്കുന്നത് കളിമണ്ണിൽ നിന്നാണ്. പക്ഷേ ഫൈദാ സവ്വൈതുഹു, മനുഷ്യനെന്ന് പറഞ്ഞാൽ വെറും കളിമണ്ണ് കൊണ്ടുണ്ടാക്കുന്ന ഭൗതിക ശരീരമുള്ള ഒരു സൃഷ്ടി മാത്രമല്ല. കളിമണ്ണുകൊണ്ട് ഞാൻ മനുഷ്യന്റെ കോലമുണ്ടാക്കുകയാണ് ചെയ്യുക. ഫൈദാ സവ്വൈതുഹു, അങ്ങനെ ആ മനുഷ്യക്കോലത്തെ ഞാൻ ശരിപ്പെടുത്തി ഞാൻ ഉദ്ദേശിച്ച രൂപത്തിൽ അതിനെ ഭംഗിയിൽ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ വനഫഖ്തു ഫീഹി മിർ റൂഹി, ഞാൻ അതിൽ എൻ്റെ റൂഹ് ഊതും, എൻ്റെ ആത്മാവിനെ ഞാൻ അതിലേക്ക് ഊതും. അതോടുകൂടിയാണ് മനുഷ്യനായി മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് പൂർത്തിയാവുക. അതോടുകൂടി മനുഷ്യനുണ്ടാവുകയാണ്. ആ ഘട്ടമെത്തിയാൽ കളിമണ്ണ് കൊണ്ട് കോലമുണ്ടാക്കി ഞാൻ എൻ്റെ റൂഹ് ആ മനുഷ്യക്കോലത്തിലേക്ക്, കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ കോലത്തിലേക്ക് ഊതുന്നതോടുകൂടി ഞാൻ ഉദ്ദേശിച്ച മനുഷ്യനെന്ന് പറയുന്ന പടപ്പുണ്ടാവുകയാണ്. അത് സംഭവിച്ചാൽ ഫഖഉ ലഹു സാജിദീൻ, നിങ്ങളെല്ലാവരും അവന് സുജൂദിൽ വീഴണം. അവൻ ആദര സൂചകമായി നിങ്ങളെല്ലാവരും സുജൂദിൽ വീഴണം. മലക്കുകളോടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. അപ്പൊ ഇതാണ് മനുഷ്യ സൃഷ്ടിപ്പിന്റെ തുടക്കം. ഇങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. അതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന കാര്യം, മനുഷ്യ സൃഷ്ടിപ്പിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് കാര്യങ്ങളാണ് ചേർത്ത് വെച്ചിട്ടുള്ളത്. അതിലൊന്ന് കളിമണ്ണാണ്. അത് ഭൂമിയെ പ്രതിനിധീകരിക്കുന്നതാണ്. മണ്ണെന്ന് പറയുന്നത് മണ്ണിന്റെ ഉറവിടമായ ഭൂമി താഴെയാണുള്ളത്. രണ്ടാമത്തെ മനുഷ്യനിലെ ഉള്ളടക്കം എന്ന് പറയുന്നത് ആത്മാവാണ്. ആ ആത്മാവ് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ റൂഹിന്റെ ഭാഗമാണ്. വനഫഖ്തു ഫീഹി മിൻ റൂഹി എന്നാണ് അള്ളാഹ് പറഞ്ഞിട്ടുള്ളത്. എൻ്റെ റൂഹിൽ നിന്ന് ഞാൻ അതിൽ ഊതും എന്നതാണ്. അപ്പൊ അള്ളാഹുവിൻ്റെ റൂഹിന്റെ അംശമാണ് മനുഷ്യനിൽ രണ്ടാമതുള്ളത്. അള്ളാഹു എന്ന് പറഞ്ഞാൽ അയ്നല്ലാ എന്ന ചോദ്യത്തിൻ്റെ മറുപടി അള്ളാഹു ഫൗഖസ്സമാ എന്നതാണ്. അള്ളാഹു മുകളിലാണ്, ആകാശത്തിന് മുകളിലാണ് അള്ളാഹു ഉള്ളത്. അങ്ങനെ വരുമ്പോൾ താഴെയുള്ള ഭൂമിയെയും മുകളിലുള്ള ആകാശത്തുള്ള ഉന്നതികളിലുള്ള അള്ളാഹുവിൻ്റെ ആത്മാവിൻ്റെ അംശത്തെയും ഉള്ളടങ്ങുന്നതാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ എന്ന് പറയുന്നത്. അതുപോലെ ഒരു സൃഷ്ടിപ്പ് വേറെ ഉണ്ടായിട്ടില്ല അള്ളാഹുവിന്. അള്ളാഹു അങ്ങനെ പറഞ്ഞു തന്നിട്ടില്ല നമുക്ക്. അതുകൊണ്ട് മനുഷ്യന്റെ സൃഷ്ടിപ്പ് സവിശേഷമായ ഒരു സൃഷ്ടിപ്പായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രധാനപ്പെട്ട കാര്യം, അള്ളാഹു വെറുതെ ഒന്നും ചെയ്യുകയില്ല എന്നതാണ്. അള്ളാഹുവിൻ്റെ അസ്മാ സിഫാത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് അൽ ഹക്കീം എന്നതാണ്. അള്ളാഹു ഹക്കീമാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു യുക്തിജ്ഞനാണ് എന്ന് പറഞ്ഞാൽ കൃത്യമായ ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയല്ലാതെ വെറുതെ എന്തെങ്കിലും ചെയ്യുന്നവനല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല. അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസ, നിങ്ങൾ കരുതുന്നുണ്ടോ
നിങ്ങളെ നാം വെറുതെ പടച്ചതാണ് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്ന് അല്ലാഹ് ചോദിക്കുന്നുണ്ട്. അത് അല്ലാഹ് അങ്ങനെ ചോദിക്കുക മാത്രമല്ല, ഈ പ്രപഞ്ചത്തെ നിരീക്ഷിച്ചാൽ, ഈ പ്രപഞ്ചത്തിലെ ദൃഷ്ടാന്തങ്ങളെ നിരീക്ഷിച്ചാൽ നമുക്കത് ബോധ്യപ്പെടുകയും ചെയ്യും എന്നതാണ്. വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് മനുഷ്യർക്കുള്ള ബാധ്യതകൾ ഒന്നും രണ്ടുമല്ല. നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിച്ചതുപോലെ കേവലം വിശുദ്ധ ഖുർആനുമായുള്ള നമ്മുടെ ബന്ധവും കടപ്പാടും എന്ന് പറയുന്നത് ഖുർആൻ ഓതുന്നതിൽ മാത്രം പരിമിതമല്ല. ഖുർആൻ ഓതണം, ഖുർആന്റെ അർത്ഥം അറിയണം, ഖുർആന്റെ ആശയങ്ങൾ അറിയണം, ഖുർആൻ മുന്നോട്ട് വെക്കുന്ന മാർഗദർശനങ്ങളുടെ വിശദാംശങ്ങൾ പഠിക്കണം, അങ്ങനെ അറിവ് നേടണം. ഖുർആനിലുള്ള അള്ളാഹുവിൻ്റെ ആയത്തുകൾ, ആ ആയത്തുകളെ കുറിച്ച് ചിന്തിക്കണം. ഖുർആനിലുള്ളത് മാത്രമല്ല, മൊത്തത്തിൽ അള്ളാഹുവിൻ്റെ ആയത്തുകളെ കുറിച്ച് ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യുക എന്നത് മനുഷ്യന്റെ ബാധ്യതയാണ്. കാരണം അള്ളാഹു മനുഷ്യനെ പടച്ചപ്പോൾ മനുഷ്യന് സവിശേഷമായി നൽകിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹം എന്ന് പറയുന്നത് ബുദ്ധിശക്തി, ചിന്താശേഷി എന്നതാണ്. അപ്പൊ അതുകൊണ്ട് ചിന്തിക്കണം. വിശുദ്ധ ഖുർആനിൽ അതുകൊണ്ട് ചിന്തയെയും ആലോചനയെയും കുറിച്ച് ധാരാളം ആയത്തുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യേണ്ടത് അള്ളാഹുവിന്റെ ആയത്തുകളെ കുറിച്ച്, അല്ലെങ്കിൽ വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾക്ക് മാത്രം അല്ല ആയത്തുകൾ എന്ന പ്രയോഗമുള്ളത്. നമുക്കറിയാവുന്ന കാര്യമാണ്. ആയത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ ബഹുവചനമാണ് ആയാത്ത് എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ അടയാളങ്ങൾ, സൂചനകൾ, ദൃഷ്ടാന്തങ്ങൾ എന്നൊക്കെയാണ് അർത്ഥം. അപ്പൊ അങ്ങനെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളായി, അള്ളാഹുവിന്റെ അടയാളങ്ങളായി, അള്ളാഹുവിനെ കുറിച്ച് നമുക്ക് അറിവ് പകരുന്ന അടയാളങ്ങളായി വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ മാത്രമല്ല ഉള്ളത്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾക്ക്, ഖുർആനിലെ സൂക്തങ്ങൾക്ക്, വരികൾക്ക്, ആയത്തുകൾ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തിലെ ദൃഷ്ടാന്തങ്ങൾക്ക്, ആകാശത്തിന്, ഭൂമിക്ക്, സൂര്യന്, ചന്ദ്രന് ഒക്കെ ആയത്തുകൾ എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. ആ ആയത്തുകളെ കുറിച്ചൊക്കെ ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ സംഭവങ്ങളെക്കുറിച്ച്, റസൂലിൻ്റെ ജീവിതത്തിലെ രഹസ്യങ്ങളെക്കുറിച്ച് ഒക്കെ സഹാബികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ച് നമുക്ക് റിപ്പോർട്ട് ചെയ്തു തന്നിട്ടുണ്ട്. എങ്ങനെയാണ് റസൂലിൻ്റെ ജീവിതം ഉണ്ടായിരുന്നത് എന്നതിനെക്കുറിച്ച്. അതിൽ കൂടുതൽ സ്വകാര്യ സ്വഭാവമുള്ള കാര്യങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത് പ്രധാനമായും റസൂലിൻ്റെ പത്നിമാരായ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ അവർ വഴിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനൊക്കെ ശേഷം ഒരിക്കൽ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹയോട് സഹാബികളിൽ ചിലർ വന്ന് റസൂലിനെ കുറിച്ച് സ്മരിക്കുകയും റസൂലിനെ കുറിച്ച് ചോദിക്കുകയും ചെയ്തു. അങ്ങനെ അവര് റസൂലിനോട് ചോദിച്ചു, ഉമ്മുൽ മുഅ്മിനീൻ, റസൂലിൻ്റെ ജീവിതത്തിലെ ഏറ്റവും അതിശയകരമായ, അത്ഭുതകരമായ കാര്യം എന്തായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹയോട് അവർ ചോദിച്ചു. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹക്ക് റസൂലിനെ കുറിച്ച് ഓർത്ത് കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, റസൂലിൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും യഥാർത്ഥത്തിൽ അതിശയകരമായിരുന്നു, അത്ഭുതകരമായിരുന്നു. എന്നിട്ടവർ ഒരു പ്രത്യേകമായ സംഭവം എടുത്തു പറഞ്ഞു. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, റസൂൽ എൻ്റെ കൂടെ രാപ്പാർക്കുന്ന ഒരു ദിവസം വന്നു. ദിവസങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ പത്നിമാർക്കിടയിൽ വീതിച്ച്
നിശ്ചിത ദിവസങ്ങൾ ഇന്ന പത്നിക്ക് എന്ന് പറഞ്ഞ് ഓഹരി വെക്കുകയാണ് ചെയ്തിരുന്നത്, ഒന്നിലധികം ഭാര്യമാരുണ്ടായിരുന്നതുകൊണ്ട്. അങ്ങനെ റസൂൽ എൻ്റെ അടുത്ത് എൻ്റെ കൂടെ രാപ്പാർക്കുന്ന ദിവസം വന്നു. അങ്ങനെ രാത്രി ഞങ്ങൾ കടന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഞങ്ങൾ രാത്രിയിൽ കടന്നു, വീട്ടിൽ കടന്നു. എൻ്റെ ശരീരം റസൂലിൻ്റെ ശരീരത്തോട് ചേർന്ന് ഒട്ടിപ്പിടിച്ച് ഞാൻ റസൂലിനെ എൻ്റെ അടുത്ത് ചാരത്ത് കടന്നു. ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, അള്ളാഹുവിൻ്റെ റസൂലെ, എനിക്കങ്ങയെ വല്ലാത്ത ഇഷ്ടമാണ് എന്ന് റസൂലിനോട് പറഞ്ഞു. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു പോയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയുടെ ഒരു ഘട്ടം പിന്നിട്ട് കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, യാ ആയിഷ, അതഅദനീനനി അൻ അതഅബ്ബദ റബ്ബി. ആയിഷേ, നീ എനിക്കെൻ്റെ റബ്ബിനെ ഇബാദത്ത് ചെയ്യാൻ അനുവാദം തരുമോ എന്ന് ചോദിച്ചു. ആ സമയം ആയിഷക്ക് അവകാശപ്പെട്ടതാണ് ഒരു ഭാര്യ എന്നുള്ള നിലക്ക്. ഇബാദത്തിൽ മുഴുകാനുള്ള റസൂലിൻ്റെ കൊതി. പക്ഷെ ആ സമയം ആയിഷ ബീവിക്ക് അവകാശപ്പെട്ടതാണ്. അപ്പോൾ റസൂല് വളരെ വിനയത്തിൽ കെഞ്ചി ആയിഷയോട് ചോദിക്കുകയാണ്, ആയിഷ, എന്ന് അനുമതി തരുമോ? ഞാനൊന്ന് എണീറ്റ് ഒതുവെടുത്ത് നമസ്കരിച്ച് എൻ്റെ റബ്ബിനുള്ള ആരാധനകളിൽ കുറച്ചു സമയം മുഴുകട്ടെ എന്ന് ചോദിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, റസൂലേ, ഞാൻ അങ്ങയുടെ സാമീപ്യം ഇഷ്ടപ്പെടുന്നു. എനിക്കിങ്ങനെ അങ്ങയുടെ ചാരത്തിങ്ങനെ പറ്റിപ്പിടിച്ച് കിടക്കുന്നതാണ് എനിക്കിഷ്ടം. പക്ഷേ റസൂലിൻ്റെ ഇഷ്ടവും റസൂലിന് എന്താണോ ഇഷ്ടം അതും എനിക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് റസൂലിന് ഇഷ്ടം ഈ സമയത്ത് ഇബാദത്തിൽ നിർവഹിക്കലാണെങ്കിൽ ഞാൻ അനുമതി തരാം, എനിക്കത് പ്രിയങ്കരമാണ് എന്ന് പറഞ്ഞ് അനുമതി കൊടുക്കുകയാണ് ചെയ്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണീറ്റ് വുളു എടുത്ത് നമസ്കാരം ആരംഭിച്ചു. മദീന പള്ളിയിൽ അങ്ങനെ നേരം പുലരുവോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബാദത്തിൽ മുഴുകി. നേരം വെളുക്ക് സുബഹിയോടടുത്ത സമയത്ത് സുബഹി ബാങ്ക് വിളിക്കാൻ ബിലാൽ റളിയല്ലാഹു അൻഹു മദീന പള്ളിയിലേക്ക് കടന്നു വരുമ്പോൾ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി ആകെ നനഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടു. നിന്ന് നമസ്കരിച്ചപ്പോൾ കരഞ്ഞിട്ട് റസൂലിൻ്റെ കവിളുകളിലൂടെ കണ്ണുനീരൊഴുകി താടിയാകെ നനഞ്ഞു പോയിട്ടുണ്ട്. സുജൂദിനിടയിലുള്ള ഇരുത്തത്തിലുള്ള കരച്ചിൽ കൊണ്ട് മടിയൊക്കെ നനഞ്ഞിട്ടുണ്ട്. സുജൂദിൽ കിടക്കവേ കണ്ണീരൊലിച്ച് നബി സുജൂദ് ചെയ്ത നിലമൊക്കെ നനഞ്ഞു പോയിട്ടുണ്ട്. ബിലാൽ റളിയല്ലാഹു അൻഹു റസൂലിനോട്, അല്ലാഹുവിൻ്റെ റസൂലേ, ജീവിതത്തിൽ കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ പാപങ്ങളൊക്കെ പൊറുക്കപ്പെട്ടിരിക്കെ അങ്ങെന്തിനാണിങ്ങനെ കരഞ്ഞു പ്രയാസപ്പെട്ട് കാലുകളിൽ നീര് വരുവോളം അല്ലാഹ്ക്ക് ഇബാദത്ത് ചെയ്യുന്നത്? എന്താണ് ഇങ്ങനെ കരയുന്നത്? സാധാരണ കണ്ടിട്ടില്ലാത്തതാണല്ലോ എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, ഈ രാത്രിയിൽ എനിക്ക് ചില ആയത്തുകൾ അവതരിച്ചു കിട്ടി. ആ ആയത്തുകൾ പാരായണം ചെയ്ത് കേട്ടിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുകയും എന്നിട്ട് കരയാതിരിക്കുകയും ചെയ്യുന്നവൻ നശിച്ചു പോയത് തന്നെ. അത്ര ഗൗരവമുള്ള സൂക്തങ്ങൾ, വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ എനിക്കിന്ന് അവതരിച്ചു കിട്ടിയിരിക്കുന്നു. അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ, ആ ആയത്തുകൾ അനുധാവനം ചെയ്താൽ ആരും കരഞ്ഞു പോകും. അങ്ങനെ കരച്ചിൽ വരാത്തവൻ നശിച്ചത് തന്നെ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്നിട്ട് റസൂൽ ആ ആയത്തുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു കൊടുത്തു. അപ്പൊ എത്ര ദീനിൽ അത്ര പ്രധാനപ്പെട്ട ആയത്തുകൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആലോചിക്കുക, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഈമാൻ കാര്യങ്ങളെക്കുറിച്ച് പറയുന്ന,
അല്ലെങ്കിൽ ആരാധനകളെക്കുറിച്ച് പറയുന്ന അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള സ്വഭാവമുള്ള ആയത്തുകളായിരിക്കും എന്നാണ് സാധാരണയുള്ള നമ്മുടെ ഒരു മതബോധം വെച്ച് നമ്മൾ ആലോചിക്കുക. പക്ഷെ ആ ആയത്തുകൾ വിശുദ്ധ ഖുർആനിലെ 3-ാമത്തെ അധ്യായമായ സൂറത്ത് ആലു ഇംറാനിലെ അവസാന ഭാഗത്തുള്ള ആയത്തുകളാണ്. ആ ആയത്തുകൾ ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ്. തീർച്ചയായും ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും രാപ്പകലുകൾ മാറി മറിഞ്ഞു വരുന്നതിലും ബുദ്ധിയുള്ളവർക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട്. ബുദ്ധിയുള്ളവർക്ക് അതിലൊക്കെയും സൂചനകളും അടയാളങ്ങളുമുണ്ട്. ആ ബുദ്ധിയുള്ളവരുടെ വിശേഷണങ്ങൾ പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. ആരാണ് ആ ബുദ്ധിയുള്ളവർ? അവരുടെ വിശേഷണം എന്താണ്? അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം. നിന്നും ഇരുന്നും കിടന്നുമൊക്കെ അള്ളാഹുവിനെ സ്മരിക്കുന്നവർ. അങ്ങനെയുള്ള ബുദ്ധിയുള്ളവർക്ക് ദൃഷ്ടാന്തങ്ങൾ ഉണ്ട്. എവിടെ? ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് ആലോചിച്ചു നോക്കിയാൽ രാപ്പകലുകൾ ഇങ്ങനെ മാറി മറിഞ്ഞു വരുന്നത് ഒരിക്കൽ പോലും നമ്മൾ നേരം വെളുത്ത് പകലങ്ങനെ പോയിട്ട് സൂര്യൻ അസ്തമിച്ച് രാത്രിയാകാതെ പോയിട്ടില്ല. പകലിന് ശേഷം കൃത്യമായി രാത്രി കടന്നു വരുന്നുണ്ട്. രാത്രി അത് എത്ര ഇരുട്ടുമുറ്റിയതാണെങ്കിലും അതൊരൽപ്പം നീണ്ടുപോയാലും ആ രാത്രിക്ക് ശേഷം പുതിയ ഒരു പ്രഭാതം, പുതിയ ഒരു പകൽ കടന്നു വരുന്നുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ ആലോചിച്ചാൽ ബുദ്ധിയുള്ളവർക്ക് ദൃഷ്ടാന്തമുണ്ട്. അങ്ങനെ ബുദ്ധിയുള്ളവർ അതിനെക്കുറിച്ച് ആലോചിച്ചാൽ അവർ അള്ളാഹുവിനെ സദാസമയങ്ങളിലും ഒരു നിമിഷവും ഒഴിവില്ലാതെ നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴുമൊക്കെ അള്ളാഹുവിനെ സ്മരിക്കുന്നവരായിരിക്കും അവർ. എന്ന് മാത്രമല്ല, വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്. വീണ്ടും അവർ അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധത്തെ, സ്മരണയെ അടിസ്ഥാനമാക്കി അവർ വീണ്ടും ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കും. അങ്ങനെ ആലോചിച്ചാൽ തന്നെ അവരവസാനം ഇങ്ങനെ പറയും: വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്. അങ്ങനെ ആലോചിച്ചു കഴിഞ്ഞാൽ അവരവസാനം അവരുടെ ബുദ്ധി കൊണ്ടുള്ള ആലോചനയിലൂടെ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ റബ്ബന മാ ഖലഖ്ത ഹാദാ ബാതില സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. പടച്ചവനെ, ഞാൻ എൻ്റെ ബുദ്ധി കൊണ്ട് ആലോചിച്ചതിൽ നിന്ന് എനിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു, എനിക്ക് ഉറപ്പ് വന്നിരിക്കുന്നു, ഈ കാണുന്നതൊക്കെയും നീ ഒരിക്കലും വെറുതെ പടച്ചതല്ല. സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. ഇതൊക്കെയും പടച്ച് പരിപാലിച്ചു പോരുന്ന നാഥ, റബ്ബേ, നീ പരമപരിശുദ്ധനാകുന്നു. അതുകൊണ്ട് നീ എന്നെ നരകശിക്ഷയിൽ നിന്ന് കാത്തുകൊള്ളേണമേ എന്നവൻ പ്രാർത്ഥിക്കുമെന്നാണ്. റബ്ബന ഇന്നക മൻ തുദ്ഖിലിൻ നാറ ഫഖദ് അഖ്സൈത. നരകത്തിൽ നിന്ന് നീ നിന്റെ കാവലില്ലാതെ ആരെയെങ്കിലും നീ നരകത്തിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഫഖദ് അഖ്സൈതഹു, നീ അവനെ നിന്ദിച്ചിരിക്കുന്നു, നീ അവനെ വഷളാക്കിയിരിക്കുന്നു. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ നിന്ദ്യത എന്ന് പറയുന്നത് അള്ളാഹു ഈ ഭൂമിയിൽ ജീവിച്ച് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ അറിഞ്ഞ് അള്ളാഹുവിൻ്റെ ആയത്തുകളെ കുറിച്ച് ചിന്തിച്ച് അള്ളാഹുവിനെ കണ്ടെത്തി പരലോക ജീവിതത്തെക്കുറിച്ച് ബോധ്യം വന്ന് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും സ്വർഗം നേടിയെടുക്കുവാനുമുള്ള പ്രവർത്തനം നടത്താനുള്ള ഒരു മനുഷ്യായുസിന്റെ അവസരം നഷ്ടപ്പെടുത്തി നരകത്തിൽ പതിച്ചവനാണ് ഏറ്റവും വലിയ വഷളൻ എന്ന് പറയുന്നത്. ഏറ്റവും വലിയ നിന്ദ്യത അതാണ്. അതുകൊണ്ട് റബ്ബേ, എന്നെ നീ നിന്ദിക്കരുതേ. വമാലിൽ വാലിമീന മിൻ അൻസ്വാർ. അക്രമികൾക്ക് സഹായികളായി ആരും ഉണ്ടാവുകയില്ല.
ആ പ്രാർത്ഥനകൾ അങ്ങനെ തുടരുകയാണ്. ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം, ജന്മനാ മുസ്ലിമായിട്ടില്ലെങ്കിലും ഒരു മനുഷ്യന് അവന്റെ ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ, ഈ പ്രപഞ്ചത്തിലുള്ള ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് ആലോചിച്ചാൽ, അള്ളാഹു ഇക്കാണുന്നതൊക്കെയും വെറുതെ പടച്ചതല്ല, വളരെ ഉദ്ദേശപൂർവം പടച്ചതാണ് എന്ന യാഥാർത്ഥ്യം, എന്ന സത്യം തിരിച്ചറിയുന്നതിലേക്ക് അവൻ എത്തിച്ചേരും എന്നാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ യുക്തിവാദികളൊക്കെയും അവരുടെ ബുദ്ധി കൊണ്ടും ചിന്ത കൊണ്ടും ഒക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് അവരല്ലാഹു ദൈവമൊന്നില്ല എന്ന് കണ്ടെത്തിയവരൊക്കെ നമുക്കിടയിൽ ബുദ്ധിവാദികളും ചിന്താവാദികളും യുക്തിവാദികളുമാവുകയും ദൈവത്തിലും മതത്തിലും വിശ്വസിക്കുന്നവർ ബുദ്ധിയില്ലാത്തവരും യുക്തിബോധമില്ലാത്തവരുമൊക്കെയായി ചിത്രീകരിക്കപ്പെടുകയും ചെയ്യുന്ന കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. യുക്തിവാദവും ദൈവനിഷേധപരമായ ചിന്തകളും അതാണ് പുരോഗമനം എന്ന് കരുതി അതിനെ അലങ്കാരമായി സ്വീകരിക്കുവാൻ മുസ്ലിങ്ങളിൽ നിന്ന് തന്നെ ആളുകൾ വെമ്പൽ കൊള്ളുന്ന കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ സാക്ഷാൽ ഉടയ തമ്പുരാൻ വളരെ കൃത്യതയിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്ന പാഠം, നിങ്ങൾ യഥാവിധം നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ചു കഴിഞ്ഞാൽ, ചിന്തിക്കേണ്ടത് പ്രകാരം നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, കാണേണ്ടതുപോലെ കണ്ണുകൾ കൊണ്ട് കാണാൻ നിങ്ങൾക്കായാൽ, കേൾക്കേണ്ടതുപോലെ കേട്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് അള്ളാഹുവിനെ കണ്ടെത്താൻ കഴിയും. അതുവഴി നിങ്ങൾ ദൈവനിഷേധത്തിലേക്കും മതനിരാസത്തിലേക്കും അല്ല നിങ്ങൾ ചെന്നെത്തുക, മറിച്ച് അള്ളാഹു ഉണ്ട് എന്ന യാഥാർത്ഥ്യത്തിലേക്കാണ് ചെന്നെത്തുക എന്നതാണ്. മനുഷ്യർ തങ്ങളുടെ നിഷേധം കാരണമായി നരകത്തിൽ അകപ്പെട്ടു കഴിഞ്ഞാൽ നരകവാസികളായ ആളുകൾ വിലപിക്കുന്ന ഒരു വിലാപം അല്ലാഹു സുബ്ഹാനഹു വ തആല മുന്നറിയിപ്പ് സ്വഭാവത്തിൽ നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ നമ്മളിൽ മിക്കവാറും ആളുകൾക്ക് പരിചയമുള്ള സൂറത്തുൽ മുൽക്കിൽ, തബാറക സൂറത്തിൽ ആ പരാമർശമുണ്ട്. നരകവാസികൾ ഇങ്ങനെ പറയും, ഇങ്ങനെ സങ്കടപ്പെടും, ഖാലു ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ. അവർ പറയുന്നത് ഇതാണ്, ഞങ്ങൾ കേട്ടിരുന്നെങ്കിൽ, പ്രവാചകൻ വന്നപ്പോൾ വിശുദ്ധ ഖുർആന്റെ ആശയങ്ങൾ ഞങ്ങൾക്ക് മുമ്പിൽ പറയപ്പെട്ടപ്പോൾ, സതുപദേശങ്ങൾ നൽകപ്പെട്ടപ്പോൾ, മതം പഠിപ്പിക്കപ്പെട്ടപ്പോൾ അത് കേട്ടിരുന്നുവെങ്കിൽ, ലൗ കുന്നാ നസ്മഉ ഔ നഅഖിൽ, അല്ലെങ്കിൽ അതൊന്നും കേട്ടിട്ടില്ലെങ്കിലും ഞങ്ങളൊന്ന് സ്വയം ബുദ്ധി കൊണ്ട് ആലോചിച്ചിരുന്നുവെങ്കിൽ, ചിന്തിച്ചിരുന്നുവെങ്കിൽ, മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ, ഞങ്ങൾ ഒരിക്കലും നരകവാസികളിൽ പെട്ടുപോകുമായിരുന്നില്ല. എന്ന് പറഞ്ഞാൽ നരകത്തിൽ എത്തിപ്പെട്ട ഒരാൾക്ക് ഒരു സംശയവുമില്ലാത്ത വിധം അയാൾക്കുണ്ടാകുന്ന ബോധ്യം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഇങ്ങനെ നരകത്തിൽ പെട്ടുപോകാനുള്ള കാരണം ഞാൻ വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും സാരോപദേശങ്ങൾക്ക് ചെവി കൊടുത്തില്ല. അതെന്റെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടപ്പോൾ അത് കേട്ടില്ല, അത് കേൾക്കേണ്ട വിധം കേട്ടില്ല, അതിന് നേരെ കാതുകൾ അടച്ചു പിടിച്ചു. ഇനി അത് കേട്ട് സത്യം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും അള്ളാഹു സവിശേഷമായി എനിക്ക് തന്ന ബുദ്ധിയും ചിന്തയും ഞാനൊന്ന് ഉപയോഗപ്പെടുത്തിയിരുന്നുവെങ്കിൽ ഞാൻ ഇങ്ങനെ ഈ നരകക്കുണ്ടിൽ അകപ്പെട്ടു പോകുമായിരുന്നില്ല എന്ന ബോധം നരകവാസികൾക്കുണ്ടാകും. അവരതൊരു സങ്കടമായി, ഒരു നിരാശയായി, ഒരു നഷ്ടബോധമായി നരകത്തിൽ വെച്ച് അത് പ്രഖ്യാപിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അപ്പൊ യുക്തിവാദവും ചിന്താവാദവും ഒക്കെയാണ് ആധുനിക കാലത്തിന്റെ മതത്തിന് പകരം മതം പിന്തിരിപ്പനാണ്. യുക്തിവാദവും സ്വതന്ത്ര ചിന്തയുമൊക്കെയാണ് പുരോഗമനം എന്ന് പറഞ്ഞ് എഴുന്നള്ളിച്ച്
നമ്മളെ മതത്തിൽ നിന്ന് അടർത്തി മാറ്റാൻ, അള്ളാഹുവിൻ്റെ മാർഗദർശനങ്ങളിൽ നിന്ന് അടർത്തി മാറ്റാനുള്ള വലിയ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയും വേണ്ടത്ര വിവരമില്ലാത്തതുകൊണ്ട്, നമ്മുടെ മതബോധത്തിൻ്റെയും മതവിദ്യാഭ്യാസത്തിൻ്റെയും കുറവുകൊണ്ട് നമ്മളതിൽ പെട്ടുപോവുകയും ചെയ്യുന്നുണ്ട്. ബുദ്ധിമോശമാണത്, യുക്തിരാഹിത്യമാണത്. അത് നമ്മൾ അന്ധമായി വിവരമില്ലാത്ത ചിലരെ പിൻപറ്റാൻ ശ്രമിക്കുന്നത് കൊണ്ട് മാത്രം സംഭവിക്കുന്നതാണ്. ശരിക്കും ആലോചിച്ചാൽ റബ്ബന മാ ഖലഖ്ത ഹാദാ ബാത്തില, ഇതിനൊക്കെ ഒരു സൃഷ്ടാവുണ്ട്, ഒരു പടച്ചവനുണ്ട്. ആ പടച്ചവൻ ഇതൊന്നും വെറുതെ പടച്ചതല്ല, ഉദ്ദേശപൂർവം പടച്ചതാണ്. അപ്പൊ മനുഷ്യനെ പടക്കുമ്പോൾ അള്ളാന്റെ ഉദ്ദേശം എന്തായിരുന്നു എന്ന ചോദ്യം മനുഷ്യ സൃഷ്ടിപ്പിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്ന രണ്ടാമത്തെ പ്രയോഗത്തിൽ അതുണ്ട്. മനുഷ്യ സൃഷ്ടിപ്പിന്റെ ഉദ്ദേശം അള്ളാഹു പ്രഖ്യാപിച്ചത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. രണ്ട് തരത്തിൽ, രണ്ട് സ്വഭാവത്തിൽ അത് ഖുർആനിൽ വന്നിട്ടുണ്ട്. ഒന്ന് ഇന്നി ഖാലിഖും ബശറൻ മിൻ തീൻ എന്ന് നമ്മൾ വിശദീകരിച്ചതാണ്. രണ്ടാമത്തെ ഒരു പ്രയോഗം നമുക്ക് കുറെയൊക്കെ പരിചയമുള്ള പ്രയോഗമാണ്. സൂറത്തുൽ ബഖറയിലെ വഇദ് ഖാല റബ്ബുക ലിൽ മലായികതി ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ, ഞാൻ ഭൂമിയിൽ എൻ്റെ ഒരു ഖലീഫയെ നിശ്ചയിക്കാൻ പോകുന്നു. ഭൂമിയിൽ ഞാനൊരു ഖലീഫയെ നിശ്ചയിക്കാൻ പോവുകയാണ്. അപ്പൊ ഈ ഭൂമിയിൽ അള്ളാഹുവിന്റെ ഖലീഫയാവുക, അല്ലെങ്കിൽ ഈ ഭൂമിയിൽ അള്ളാഹു ഏൽപ്പിച്ച ഒരു ദൗത്യത്തിന്റെ ഖലീഫയാവുക, ഈ ഉദ്ദേശത്തിൽ അള്ളാഹു പടച്ചതാണ് മനുഷ്യനെ. അങ്ങനെ പടച്ച ആദ്യത്തെ മനുഷ്യൻ ആദമിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അധികം പടച്ചതിന് ശേഷം അധികം ഒറ്റക്ക് ജീവിക്കാൻ വിട്ടില്ല. ഉടനെ തന്നെ എന്ത് ചെയ്തു? ആദമിനെ പടച്ചതിന്റെ ഉടനെ തന്നെ ആദമിന്റെ കൂടെ ആദമിന്റെ ഇണ ഹവ്വയെയും അള്ളാഹു പടച്ചു. എന്ന് പറഞ്ഞാൽ മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് ആണൊറ്റക്കുള്ള ജീവിതമല്ല. മനുഷ്യ ജീവിതത്തിന്റെ പൂർണ്ണത, മനുഷ്യന്റെ പൂർണ്ണത എന്ന് പറയുന്നത് അവനോടൊപ്പം അവന്റെ ഇണയായി പെണ്ണൊരുത്തി കൂടി ഉണ്ടാകുമ്പോഴാണ് മനുഷ്യൻ പൂർണ്ണമാകുന്നത്. അതുകൊണ്ട് ആദമിനെ പടച്ച് അള്ളാഹു സവിശേഷമായി ആദമിന് എന്തെങ്കിലും അറിവൊക്കെ നൽകുന്നതിന് മുമ്പ് തന്നെ ആദമിന് വേണ്ടി ആദമിന്റെ ഇണയെയും അള്ളാഹു പടച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അറിവ് നൽകി ആദമിന് അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാറ്റിനെ കുറിച്ചും എല്ലാ നാമങ്ങളെ കുറിച്ചുമുള്ള അറിവ് നൽകി. അങ്ങനെ മലക്കുകളുടെ മുമ്പിൽ ആദം തന്റെ കഴിവ് തെളിയിച്ചു. മലക്കുകളുടെ മുമ്പിൽ താൻ കേമനാണ് എന്ന് ആദം തെളിയിച്ചത് തന്റെ അറിവ് കൊണ്ടാണ്. മലക്കുകൾ ആദ്യം ചോദിച്ചിരുന്നു അള്ളാഹിനോട്, മനുഷ്യനെ പടക്കാൻ പോവാണ് എന്ന് പറഞ്ഞപ്പോ, എന്തിനാണ്? നിന്നെ സ്തുതിക്കാനും നിന്നെ പ്രകീർത്തിക്കാനും ഒക്കെയാണെങ്കിൽ ഞങ്ങളില്ലേ? വെറുതെ എന്തിനാ കുഴപ്പമുണ്ടാക്കുന്ന, രക്തം ചിന്തുന്ന, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്ന ഒരു കൂട്ടത്തെ വെറുതെ എന്തിനാണ് പടച്ചുണ്ടാക്കുന്നത് എന്ന് മലക്കുകൾ ചോദിച്ചിരുന്നു. അപ്പൊ അള്ളാഹു അവരോട്, നിങ്ങൾക്കറിയാത്തത് പലതും എനിക്കറിയാം, എൻ്റെ ഉദ്ദേശത്തെ നിങ്ങൾ ചോദ്യം ചെയ്യേണ്ടതില്ല എന്ന് മറുപടി കൊടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ആദമിനെ പടച്ചതിന് ശേഷം അള്ളാഹ് തെളിയിച്ച് കാണിച്ചു കൊടുക്കുകയാണ്. ആദം നിങ്ങൾ കരുതുന്നത് പോലെ ഉള്ള ഒരു പടപ്പല്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾക്ക് തെളിയിച്ചു കൊടുക്കുന്നത് ആദമിന്റെ വിജ്ഞാനം വെച്ചിട്ടാണ്, അറിവ് വെച്ചിട്ടാണ്. ആദമിന്റെ അറിവിന്റെ മുമ്പിലാണ് മലക്കുകൾ തോറ്റുപോയത്. മലക്കുകൾ സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം, പടച്ചവനെ നീ പഠിപ്പിച്ചതല്ലാത്തതൊന്നും ഞങ്ങൾക്ക് അറിവില്ല എന്ന് പറഞ്ഞ് ആദമിന്റെ ശ്രേഷ്ഠത അവർ സമ്മതിക്കുകയാണ് ചെയ്തത്. അവിടുന്ന് മുന്നോട്ട് പോയി അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്, ആദമിനും ഹവ്വക്കും ഭൂമിയിലേക്കുള്ള ജീവിതം തുടങ്ങുന്നതിന് മുമ്പ് ഒരൊറ്റ ട്രെയിനിങ് സ്വർഗലോകത്ത് നൽകി. ഭൂമിയിലേക്ക് ജീവിക്കാൻ പോവാൻ പരിചയമില്ലാത്ത ഒരു ലോകമാണ്, ഭൂമിയാണ്. അവിടെ പലതും ഉണ്ടാകും, അവിടെയാണ് ഇനി ജീവിക്കേണ്ടത്. അതും വെറുതെയുള്ള ഒരു ജീവിതമല്ല, അള്ളാഹുവിന്റെ ഖലീഫയായിട്ടാണ് പടക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ആ ഖലീഫയായി മലക്കുകളെക്കാൾ കേമന്മാരാകാനുള്ള അവസരത്തെ വിനിയോഗിച്ച് ജീവിക്കുകയാണ് ചെയ്യേണ്ടത്.
അങ്ങനെ ജീവിക്കാൻ ഭൂമിയിലേക്ക് ഇറക്കി വിടുന്നതിന് മുമ്പ് ഒരു പരിശീലനം, ഒരു ട്രെയിനിങ്. അങ്ങനെ ആ ട്രെയിനിങ്ങിന്റെ ഭാഗമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ആദമിനെയും ഹവ്വയെയും സ്വർഗത്തിൽ പാർപ്പിച്ചു. ഖുൽനാ യാ ആദമുസ്കുൻ അൻത വസൗജുകൽ ജന്ന ഫകുലൂ മിൻഹാ റഗദൻ ഹൈസു ശിഅ്തുമാ ഫലാ തഖറബാ ഹാദിഹി അഷ്ജറ ഫതകൂനാ മിനൽ ളാലിമീൻ. ആദമേ, നീയും നിന്റെ ഇണയും സ്വർഗത്തിൽ താമസിച്ചു കൊള്ളുക. ഫകുലാ മിൻഹാ റഗദൻ ഹൈസു ശിഅ്തുമാ, നിങ്ങൾക്ക് തോന്നിയതുപോലെയൊക്കെ വളരെ വിഭവസമൃദ്ധമായി ആ സ്വർഗത്തിൽ നിന്ന് നിങ്ങൾ വേണ്ടതൊക്കെയും ഭക്ഷിച്ചുകൊള്ളുക. എല്ലാം നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടതാണ്. എന്തും നിങ്ങൾക്ക് ഭക്ഷിക്കാം, ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾക്ക് ഭക്ഷിക്കാം. ഒരൊറ്റ വിലക്ക് മാത്രം, ഫലാ തഖറബ ഹാദിഹി ഷജറ, ഒരു മരം ചൂണ്ടിയിട്ട് ഇതിനോടടുത്തു പോകരുത്. അതിനോടടുത്തു പോയാൽ, അതിനോടടുത്തു പോകരുത് എന്ന് പറഞ്ഞാൽ ആ മരത്തിലെ കനി ഭക്ഷിക്കരുത് എന്നാണ്. ഹറാമുകളോട് സ്വീകരിക്കേണ്ടുന്ന നിലപാടാണ് അള്ളാഹു അതിലൂടെ പഠിപ്പിക്കുന്നത്. ഹറാമുകളോട്, ഹറാമിൽ ചെന്ന് ചാടുവോളം കാത്തു നിൽക്കുകയല്ല വേണ്ടത്. ഒരു കാര്യം അള്ളാന്റെ വിലക്കാണെന്നറിഞ്ഞാൽ ഫലാ തഖറബ, അതിന്റെ അടുത്തേക്ക് തന്നെ പോകരുത് എന്നതാണ്. അതുകൊണ്ട് ആ മരത്തിലെ കനി ഭക്ഷിക്കുന്നതാണ് യഥാർത്ഥത്തിൽ വിലക്കപ്പെട്ടത്. പക്ഷെ അള്ളാഹ് പറഞ്ഞത് ആ മരത്തിന്റെ അടുത്തേക്ക് തന്നെ പോകരുത് എന്നാണ്. അങ്ങനെ ചെയ്താൽ ഫതകൂനാ മിനൽ ളാലിമീൻ, അതിനോടടുത്തു പോയാൽ നിങ്ങൾ അക്രമികളിൽ പെട്ടുപോകും എന്ന് നിർദ്ദേശിച്ചു. അവിടെ നിർത്താതെ അല്ലാഹു സുബ്ഹാനഹു വ തആല, ഇബ്ലീസ് നിങ്ങളുടെ ശത്രുവാണ്, അവൻ നിങ്ങളെ വഴിപിഴപ്പിക്കാൻ നിങ്ങളുടെ അടുത്ത് പല രൂപത്തിൽ വരും, അതുകൊണ്ട് കരുതിയിരിക്കണം. അവൻ നിങ്ങളുടെ ശത്രുവാണ്. അതുകൊണ്ട് അവന്റെ ദുർബോധനങ്ങൾക്കും പ്രലോഭനങ്ങൾക്കും വഴങ്ങി തെറ്റ് ചെയ്യരുത് എന്ന് പ്രത്യേകം ഉപദേശിക്കുകയും ചെയ്തു. പക്ഷേ പിശാചു വന്നു, ഇബ്ലീസ് വന്നു ആദമിന്റെയും ഹവ്വയുടെയും അടുത്ത്. വന്നത് ശത്രുവിന്റെ വരവ് സാധാരണഗതിയിൽ നമ്മൾ പ്രതീക്ഷിക്കും. ആ വരവ് ഇങ്ങനെ ആക്രമിക്കാൻ വരുന്ന വരവായിരിക്കും. അപ്പൊ അങ്ങനെ ആക്രമിക്കാൻ ഒരാൾ വന്നാൽ നമുക്ക് പെട്ടെന്നൊരു കരുതലുണ്ടാകും, പെട്ടെന്ന് നമ്മൾ ഒരുങ്ങിയിരിക്കും തിരിച്ചടിക്കാൻ, പ്രതിരോധിക്കാൻ ഒക്കെ. പക്ഷേ ആദമും ഹവ്വയും പ്രതീക്ഷിച്ച പോലെയല്ല, ഒരു ശത്രുവിന്റെ വരവ് പോലെയല്ല ഇബ്ലീസ് വന്നത്. ഇബ്ലീസ് നല്ല ഒന്നാം തരം ഗുണകാംക്ഷിയായിട്ടാണ് വന്നത്. വന്നിട്ട് പറഞ്ഞു, വഖാസമഹുമാ ഇന്നി ലകുമാ നാസിഹുൻ അമീൻ. സത്യം ചെയ്തിട്ട് പറയാണെന്ത്, ഞാൻ നിങ്ങളുടെ ഒരു ഗുണകാംക്ഷി മാത്രമാണ്. എനിക്കിതിൽ വേറെ താല്പര്യമൊന്നുമില്ല, നിങ്ങൾക്ക് ഗുണം ഉണ്ടായിക്കൊള്ളട്ടെ എന്ന് കരുതിയിട്ട് മാത്രമാണ് ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങൾക്കറിയോ എന്തിനാണ് നിങ്ങളുടെ റബ്ബ് ആ മരത്തിൽ നിന്ന് മാത്രം നിങ്ങളെ വിലക്കിയത് എന്ന് നിങ്ങൾക്കറിയുമോ? ഇല്ലാ അൻ തകൂന മലക്കൈനി ഔ തകൂന ഖാലിദീൻ ഔ തകൂന മിനൽ ഖാലിദീൻ, നിങ്ങൾ മലക്കുകളായി മാറാതിരിക്കാൻ വേണ്ടിയാണ്, നിങ്ങൾ സ്വർഗത്തിൽ ശാശ്വതവാസികളാകാതിരിക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞ ഓഫറാണ്, പ്രലോഭനമാണ്. ഇതൊന്നും ഉപയോഗിച്ചാൽ, അങ്ങനെ ഉണ്ടല്ലോ പരസ്യങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് പോലെ, ഇത് തേച്ചൊന്ന് കുളിച്ചാൽ നിങ്ങൾ സുന്ദരക്കുട്ടപ്പനാകും അല്ലേ എന്ന് പരസ്യം കാണുമ്പോൾ നമ്മളൊക്കെ പെട്ടുപോകണില്ലേ? പക്ഷേ ലോകത്തിന്നേ വരെയുള്ള അനുഭവം, ഒരു സോപ്പ് തേച്ച് കുളിച്ചിട്ടും ലോകത്തൊരു മനുഷ്യനും ചൊറുക്ക് കൂടിയിട്ടില്ല എന്നതാണ്. പക്ഷെ എന്നാലും ഇപ്പോൾ പരസ്യം വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് ബ്രാൻഡ് ഒന്ന് മാറ്റി പിടിക്കുക, അതിനാല് കുറച്ചും കൂടി തൊലി വെളുത്താലോ എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ച് നമ്മളങ്ങനെ പലതിലും വീഴുന്നുണ്ട്. അങ്ങനെ വമ്പൻ പരസ്യവുമായിട്ടാണ് ഇബ്ലീസ് ആദമിൻ്റെയും ഹവ്വയുടെയും മുമ്പിൽ വന്നത്. അവൻ പറഞ്ഞു, ആ മരത്തിലെ കനി ഭക്ഷിച്ചാൽ നിങ്ങൾക്ക് മലക്കുകളായി മാറാം. പിന്നെ നിങ്ങൾ എന്തിനെ കണ്ട, പിന്നെ നിങ്ങൾ വെറുതെ മനുഷ്യന്മാരായി ഭൂമിയിലേക്ക് ജീവിക്കാൻ പോകേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് മലക്കുകളായി മാറാം എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് ഇപ്പോൾ മുതൽ തന്നെ
സ്വർഗത്തിൽ ശാശ്വതമായി കഴിയാം. ഭൂമിയിൽ പോയി പരീക്ഷണത്തിനിരയായി സൽക്കർമ്മങ്ങളാണോ ദുഷ്കർമ്മങ്ങളാണോ ഒക്കെ ചെയ്യുന്നത് എന്നൊക്കെ അള്ളാഹു വിചാരണ നടത്തി, എന്നിട്ട് സൽക്കർമ്മിയാണെങ്കിൽ സ്വർഗം കിട്ടുക, ഇല്ലെങ്കിൽ നരകത്തിൽപ്പെടുക, അങ്ങനത്തെ റിസ്ക് ഒന്നുമില്ല. ഈ മരത്തിലെ കനി ഭക്ഷിച്ചോളിയും, നിങ്ങൾക്കിപ്പോൾ തന്നെ നരകത്തിൽ ശാശ്വതവാസികളാകാം എന്ന് പറഞ്ഞു. അപ്പം മനുഷ്യൻ ശത്രുവിൻ്റെ ഭാഗത്തു നിന്ന് ഉള്ള ആക്രമണത്തിൽ പെട്ടുപോകുന്നതിനേക്കാൾ അതിനെ ചിലപ്പോൾ പലപ്പോഴും മനുഷ്യൻ എന്ത് ചെയ്യാൻ പറ്റും? പ്രതിരോധിക്കാൻ പറ്റും. മനുഷ്യൻ കുടുങ്ങുക പ്രലോഭനങ്ങളിലാണ്. നേർക്ക് നേരെ തല്ലാൻ വരുന്നവനെ ചിലപ്പോൾ നമുക്ക് തടയാൻ കഴിയും. അതേ സമയത്ത് തോളിൽ കൈയിട്ട് ചങ്ങാതിയായി വന്നവൻ ആ തോളിലിട്ട കൈ മുറുക്കിയിട്ട് നമ്മൾ അപകടപ്പെടുത്താൻ ശ്രമിച്ചാൽ അത് തടയാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞുകൊള്ളണമെന്നില്ല. കാരണം നമ്മൾ അങ്ങനെ ഒരു ആക്രമണം നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പ്രതീക്ഷിക്കുന്നില്ല. ഇബ്ലീസിന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പരിചയപ്പെടുത്തിയിട്ടുള്ളത് അങ്ങനെയാണ്. അവൻ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ദിക്കുകളിൽ നിന്ന്, കോണുകളിൽ നിന്ന് അവൻ നിങ്ങളെ നോക്കിക്കാണുന്നു. അവൻ നിങ്ങളുടെ മുമ്പിലൂടെയും പിറകിലൂടെയും ഇടതുവശത്തുകൂടിയും വലതുവശത്തോടുകൂടിയൊക്കെ അവൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. വല വിരിച്ച് കെണിയൊരുക്കി അവൻ വരുമെന്ന അങ്ങനെയുള്ളൊരു കെണിയിൽ മാനുഷികമായ ദൗർബല്യം കാരണമായി ആദമും ഹവ്വയും പെട്ടുപോയി. അവർ വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചു. വിലക്ക് ലംഘിച്ചു കഴിഞ്ഞപ്പോൾ അള്ളാന്റെ വിളിയുണ്ടായി, എന്താ ആദമേ ഹവ്വേ, എന്തുകൊണ്ട് വിലക്ക് ലംഘിച്ചു? നിങ്ങളോട് രണ്ടുപേരോടും ആ മരത്തോടടുക്കരുത് എന്ന് ഞാൻ പറഞ്ഞിരുന്നതല്ലേ? അപ്പൊ ആദമിനും ഹവ്വക്കും തെറ്റുബോധ്യമായി. അപ്പൊ പിന്നെ അവര് ഖുർആൻ വിശദീകരിക്കുന്നതനുസരിച്ച് ഖാല റബ്ബന വലംന അൻഫുസന വഇല്ലം തഗ്ഫിർ ലനാ വതർഹംന ലനകൂനന്ന മിനൽ ഖാസിരീൻ. തെറ്റിനെ ന്യായീകരിക്കാൻ നിന്നില്ല. അതിപ്പോ പടച്ചോനെ, സ്വർഗത്തിൽ ധാരാളം മരങ്ങൾ, അതിലൊക്കെയും ഫലവർഗ്ഗങ്ങൾ, എല്ലാം ഇഷ്ടമുള്ളതുപോലെ തിന്നോ എന്ന് പറഞ്ഞിട്ട് അതിനെ നടുവ് കൊണ്ടുപോയിട്ട് ഒരു മരം വെച്ചിട്ട് അതെന്നുള്ളത് മാത്രം കഴിക്കരുത് എന്ന് പറഞ്ഞാൽ അതൊക്കെ ഇപ്പം ഇങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റുമോ? അതിപ്പോൾ പെട്ടുപോകൂലേ? എല്ലാം പറ്റുമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അടിയിൽ കൊണ്ടുപോയിട്ടൊരു അല്ലേ, നമ്മളങ്ങനെ ഹറാമുകൾക്ക് ന്യായം പറയാം. ഇന്നത്തെ കാലത്ത് ഇപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കാൻ പറ്റുമോ എന്നാണ് നമ്മൾ ചോദിക്കുക. അങ്ങനെ ന്യായീകരിക്കാൻ തെറ്റാണ്. തെറ്റിനെ കുറിച്ച് അള്ളാഹു ഓർമ്മപ്പെടുത്തിയപ്പോൾ ആ തെറ്റിനെ ന്യായീകരിക്കാൻ നിന്നില്ല, മറിച്ച് പടച്ചവനെ ന്യായങ്ങളൊന്നുമില്ല, റബ്ബന വലംന അൻഫുസന, ഞങ്ങളുടെ നാഥ, ഞങ്ങളോട് തന്നെ അക്രമം പ്രവർത്തിച്ചു പോയതാണ്. വഇല്ലം തഗ്ഫിർ ലനാ വതർഹംന ലനകൂനന്ന മിനൽ ഖാസിരീൻ. നീ പുറത്തു തരുന്നില്ല എങ്കിൽ, നീ കരുണ കാണിക്കുന്നില്ല എങ്കിൽ ജീവിതം നഷ്ടത്തിലായി പോയവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ പെട്ടുപോകും. അതുകൊണ്ട് പടച്ചോനെ പുറത്തു തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. മനുഷ്യൻ ഏറ്റവും ആദ്യമായി അള്ളാഹുവിന് ചെയ്ത ഇബാദത്ത് തൗബയാണ് എന്നാണ് ഇത് വെച്ച് മുഫസ്സിറുകൾ പറഞ്ഞിട്ടുള്ളത്. മനുഷ്യന് തെറ്റുകൾ സംഭവിക്കും. ആദമും ഹവ്വയും അതിൻ്റെ മുമ്പ് ഒരു സുജൂദോ ഒരു സ്വലാത്തോ ഒരു നോമ്പോ ഒന്നും അള്ളാഹ്ക്ക് ഇബാദത്തായിട്ട് നിർവഹിച്ചിട്ടില്ല. മനുഷ്യൻ ആദ്യമായിട്ട് അള്ളാഹ്ക്ക് ചെയ്യുന്ന ഇബാദത്ത് ഇസ്തിഗ്ഫാറും തൗബയുമാണ്. അത് മനുഷ്യനെ മനുഷ്യനാക്കുന്ന ഘടകവും അതാണ്. തെറ്റ് സംഭവിച്ചു പോയാൽ തെറ്റിനെ കുറിച്ച് തെറ്റ് ചെയ്യുന്നതിന് മുമ്പ് കരുതലുണ്ടാകും. പക്ഷെ എന്നാലും പ്രലോഭനങ്ങൾക്ക് അടിപ്പെട്ട് ചില ദുർബല നിമിഷങ്ങളിൽ തെറ്റിൽ പെട്ടുപോയാൽ പിന്നെ ആ തെറ്റിനെ ന്യായീകരിക്കുകയില്ല, മറിച്ച് തെറ്റ് സമ്മതിച്ച് അള്ളാഹുവിനോട് മാപ്പിരക്കും. ഇത് മനുഷ്യന്റെ സ്വഭാവമാണ്. അതേ സമയത്ത് ഒരാൾക്ക് തെറ്റ് ചെയ്ത് ആ തെറ്റിനെ കുറിച്ച് അറിവുണ്ടായിട്ട് ആ തെറ്റിനെ കുറിച്ച് ബോധം വരുന്ന സമയത്ത് അയാൾ ആ തെറ്റിനെ ന്യായീകരിക്കുകയാണെങ്കിൽ അത് ഇബ്ലീസിയത്താണ്, അത് പൈശാചികതയാണ്, അത് പിശാചിന്റെ സ്വഭാവമാണ്. ഈ സംഭവത്തിന് മുമ്പ് സുജൂദ് ചെയ്യാൻ പറഞ്ഞ സംഭവത്തിൽ സുജൂദ് ചെയ്യാത്ത ഇബ്ലീസിനോട് അള്ളാഹ് വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതെന്താ ഇബ്ലീസേ, ആദമിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ പറഞ്ഞിട്ട് എന്തേ നീ സുജൂദ് ചെയ്യാതിരുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ ഇബ്ലീസ് ആദം ചെയ്തതുപോലെ നേരെ പടച്ചോനെ അത് എനിക്കൊരു അബദ്ധം പറ്റിയതാണ്, എനിക്ക് തെറ്റ് പറ്റിയതാണ്, നീ പുറത്തു തരണേ എന്ന് പറയല്ലേ ചെയ്യുന്നത്. ആദം ന്യായം പറഞ്ഞു.
അള്ളാന്റെ മുമ്പിൽ. ആദം പറഞ്ഞു, എന്ത്, ഞാൻ എന്തിനാ ആദമിന് സുജൂദ് ചെയ്യുന്നത്? മണ്ണിനാൽ പടക്കപ്പെട്ട ആദമിനേക്കാൾ തീയാൽ പടക്കപ്പെട്ട ഞാനാണ് കേമൻ. അതുകൊണ്ട് ആദമിന് സുജൂദ് ചെയ്യാൻ എന്നെ കിട്ടൂല എന്ന് പറഞ്ഞ് തെറ്റിനെ ന്യായീകരിക്കുകയാണ് ആര് ചെയ്തത്? ഇബ്ലീസ് ചെയ്തത്. അതാണ് മനുഷ്യനും പിശാചും തമ്മിലുള്ള വ്യത്യാസം. മനുഷ്യൻ തെറ്റംഗീകരിക്കുകയും തെറ്റിൽ പശ്ചാത്തപിക്കുകയും മാപ്പ് ചോദിക്കുകയും ചെയ്യും. പിശാച് തെറ്റിന് മാപ്പ് ചോദിക്കുകയില്ല, തെറ്റിനെ ന്യായീകരിക്കുകയാണ് ചെയ്യുക. അപ്പൊ നമ്മളിൽ ആരുടെ സ്വഭാവമാണുള്ളത് എന്ന് നമ്മൾ വിലയിരുത്തേണ്ടതാണ്. അപ്പൊ ഇങ്ങനെ ഈ സംഭവത്തെ വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുമ്പോൾ ഇത് വെച്ചിട്ട് പിൽക്കാലത്ത് വരുന്ന മനുഷ്യരെ, ആദം സന്തതികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപദേശിക്കുന്ന ഒരു ഉപദേശമുണ്ട്. അതാണ് പ്രധാനം. ആ ഉപദേശത്തിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, ആദം നബി അലൈഹിസ്സലാം ആ പരീക്ഷണത്തിന് ശേഷം ഭൂമിയിലേക്ക് നിയോഗിക്കപ്പെട്ടു. അള്ളാഹ് പറഞ്ഞു, ഇനി നിങ്ങൾ രണ്ടുപേരും ഭൂമിയിലേക്ക് ഇറങ്ങിക്കൊള്ളുക, ഇനി അവിടെയാണ് നിങ്ങൾ ജീവിക്കേണ്ടത്. അത് പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറഞ്ഞു, നിങ്ങൾ അങ്ങനെ ഭൂമിയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവിടെ ജീവിതം ആരംഭിച്ചാൽ ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദൻ, എങ്ങനെയാണ് ജീവിക്കേണ്ടത്, ആ ഭൂമിയിൽ എങ്ങനെയൊക്കെ ജീവിക്കാം, എങ്ങനെയൊക്കെ ജീവിച്ചുകൂടാ, എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്തുകൂടാ, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യരുത്, എന്തൊക്കെ പറയാം, എന്തൊക്കെ പറയരുത്, എങ്ങനെയൊക്കെ പെരുമാറാം, എങ്ങനെയൊക്കെ പെരുമാറരുത് എന്നൊക്കെയുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് നിന്ന് സന്മാർഗം വന്നു കിട്ടും. അത് നിങ്ങളെ കൊണ്ട് കണ്ടെത്താൻ പറ്റുന്ന സന്മാർഗമല്ല. നന്മ തിന്മകളെ നിർണയിക്കാൻ, ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് നിർണയിക്കാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ബുദ്ധി കൊണ്ട് ശ്രമിച്ചാൽ പറ്റുകയില്ല, കഴിയുകയില്ല. അതുകൊണ്ട് ആ ദൗത്യം നിങ്ങളെ ഞാൻ ഏൽപ്പിക്കുന്നില്ല. ഇന്ന അലൈനാലൽ ഹുദ, നിങ്ങൾക്ക് വഴികാട്ടുക എന്ന് പറയുന്ന ഉത്തരവാദിത്തം ഞാൻ എൻ്റെ ബാധ്യതയായി ഏറ്റെടുത്തിരിക്കുന്നു. അതുകൊണ്ട് ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദൻ, ഭൂമിയിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ അവിടേക്ക് നിങ്ങളുടെ ജീവിതത്തിന് വഴികാട്ടാനുള്ള സന്മാർഗം എൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് വന്നു കിട്ടും. അങ്ങനെ വന്നു കിട്ടുമ്പോൾ ഫമനിത്തബഅ ഹുദായ ഫലാ യളില്ലു വലാ യഷ്ഖ, എൻ്റെ സന്മാർഗത്തെ ആരെങ്കിലും പിൻപറ്റി ജീവിച്ചാൽ അവൻ ഒരിക്കലും വഴിതെറ്റുകയില്ല, അവൻ ദൗർഭാഗ്യത്തിലും സങ്കടത്തിലും ദുഃഖത്തിലും പെട്ടുപോവുകയില്ല. അതേ സമയത്ത് വമൻ അഅറദ അൻ ദിക്രി, എൻ്റെ വഴി ഞാൻ കണ്ടെത്തിക്കൊള്ളാം, എനിക്ക് ബുദ്ധിയുള്ള മനുഷ്യനാണ് ഞാൻ, എനിക്ക് യുക്തിയുള്ള മനുഷ്യനാണ് ഞാൻ എൻ്റെ യുക്തി കൊണ്ട്, എൻ്റെ ബുദ്ധി കൊണ്ട് എൻ്റെ വഴി ഞാൻ കണ്ടെത്തിക്കൊള്ളാം എന്ന് കരുതി അള്ളാഹു നൽകിയ മാർഗദർശനത്തെ അവഗണിച്ചവൻ ഫഇന്ന ലഹു മഈശതൻ ദൻക, അവന് വളരെ ഇടുങ്ങിയ ജീവിതമാണ് ഉണ്ടാവുക. ദുനിയാവിൽ തന്നെയും കുടുസായ ജീവിതമാണ് അവനുണ്ടാവുക. വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅ്മ, പരലോകത്ത് അവൻ അന്ധനായിട്ടാണ്, കണ്ണുപൊട്ടനായിട്ടാണ് അവൻ പുനരുജ്ജീവിപ്പിക്കപ്പെടുക എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല മുന്നറിയിപ്പ് നൽകി. ആദ്യത്തെ മനുഷ്യനുള്ള മുന്നറിയിപ്പാണത്. അങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സന്മാർഗം ഒന്നാമത്തെ മനുഷ്യന് മുതൽ നൽകി തുടങ്ങിയത്. അങ്ങനെ ആദം നബി അലൈഹിസ്സലാമക്ക് നൽകുകയും അന്ന് മുതൽ നൽകുകയും ഭൂമിയിൽ കടന്നുപോയിട്ടുള്ള 1,00,000-ലധികം വരുന്ന പ്രവാചകന്മാരിലൂടെ ഈ ഭൂമിയുള്ള മനുഷ്യന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചു കൊടുക്കുകയും ഏറ്റവും ഒടുവിൽ അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ സമ്പൂർണമായി അവതരിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ദൈവിക മാർഗദർശനത്തിന്റെ, അള്ളാഹുവിന്റെ മാർഗദർശനത്തിന്റെ പേരാണ് ഇസ്ലാം എന്ന് പറയുന്നത്. നമ്മുടെ വിഷയത്തിന്റെ ഒരു ആമുഖം ആണ് പറഞ്ഞിട്ടുള്ളത്. കുറഞ്ഞ സമയം, നമസ്കാരത്തിൻ്റെ ഒരു സമയമാകുന്നത് വരെ കുറഞ്ഞ സമയം കൂടി ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് ഈ സംസാരം അവസാനിപ്പിക്കാം. ഇസ്ലാമിലെ സദാചാര പാഠങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ഒരു സംസാരം നടക്കേണ്ടത്.
അപ്പം അതിൻ്റെ ഒരു ആമുഖമാണ് ഇതുവരെ പറഞ്ഞിട്ടുള്ളത്. ഇസ്ലാമിലെ സദാചാര പാഠങ്ങൾ മുഴുവൻ ഒരു ക്ലാസ് കൊണ്ടോ 2 ക്ലാസ് കൊണ്ടോ നമുക്ക് പറഞ്ഞ് പൂർത്തീകരിക്കാൻ പറ്റുന്നതല്ല. അതുമായി ബന്ധപ്പെട്ട തന്നെ ചില സൂചനകൾ കൂടി നൽകിയിട്ട് ഈ സംസാരം ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കുന്നതാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് ഭൂമിയിൽ ജീവിക്കാനുള്ള വഴികാട്ടിയായി സന്മാർഗദർശനമായി അവതരിപ്പിച്ചിട്ടുള്ളതാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഇസ്ലാമിൻ്റെ ഉള്ളടക്കം അല്ലെങ്കിൽ ഇസ്ലാം എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ സന്മാർഗദർശനത്തിൻ്റെ അടിസ്ഥാന ഉറവിടങ്ങൾ, സ്രോതസ്സുകൾ എന്തൊക്കെയാണ് ഇന്ന് നമ്മളോട് ചോദിച്ചാൽ അതിൻ്റെ മറുപടി അള്ളാഹുവിൻ്റെ മാർഗദർശനത്തിൻ്റെ അടിസ്ഥാന ഉറവിടം എന്ന് പറയുന്നത് അള്ളാഹിൻ്റെ വഹിയാണ്. ആ വഹി 2 രൂപത്തിലാണ് ഇന്ന് നമ്മുടെ മുമ്പിലുള്ളത്, നമ്മുടെ കൈവശമുള്ളത്. ഖുർആനായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തായും അത് നമ്മുടെ മുമ്പിലുണ്ട്. രണ്ടും ഒരേ ഉറവിടത്തിൽ നിന്നുള്ളതാണ്. അത് വളരെ അടിസ്ഥാനപരമായ ഒരു വിവരമാണ്. ഇന്ന് നാട്ടിൽ നടക്കുന്ന പല പ്രചാരണങ്ങളും നേരെ വിപരീതമായ സ്വഭാവത്തിലാണ്. പല മൗലവിമാർ എന്ന് അവകാശപ്പെടുന്നവരൊക്കെ യൂട്യൂബിലൂടെയും അല്ലാതെയും വസ്വാസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഹദീസുകളുടെ പ്രാമാണികതയെക്കുറിച്ചാണ്. അവർക്ക് ദീൻ തിരിഞ്ഞിട്ടില്ല. ഹദീസിനെ കുറിച്ചോ സുന്നത്തിനെ കുറിച്ചോ അവർക്ക് മനസ്സിലായിട്ടില്ല. അള്ളാഹു നൽകുന്ന വഹയിൻ്റെ ഒരു രൂപമാണ് സുന്നത്ത് അല്ലെങ്കിൽ ഹദീസ് എന്നവർക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ ഒരേപോലെ ഖുർആനും സുന്നത്തും അഥവാ ഹദീസുകളും ദീനിൻ്റെ പ്രമാണങ്ങളാണ്, ദീനിൻ്റെ അടിസ്ഥാന ഉറവിടങ്ങളാണ്. അങ്ങനെ ആ വഹി വഴി, ഖുർആനും സുന്നത്തും വഴി അല്ലാഹു സുബ്ഹാനഹു വ തആല മുന്നോട്ട് വെക്കുന്ന ഇസ്ലാം എന്ന് പേരുള്ള സന്മാർഗദർശനം, ആ സന്മാർഗദർശനത്തിൻ്റെ ഉള്ളടക്കങ്ങൾ എന്തൊക്കെയാണ് എന്ന് പരിശോധിച്ചാൽ അതിൽ ഉള്ള കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് വിശ്വാസപരമായ മാർഗദർശനങ്ങളാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കേണ്ടുന്ന ഈ പ്രപഞ്ചവുമായി ബന്ധപ്പെട്ട പരമസത്യങ്ങളെക്കുറിച്ചുള്ള അറിവുകൾ, നമ്മൾ ഈമാൻ കാര്യങ്ങൾ, നമ്മുടെ അഖീദ എന്നൊക്കെ പറയുന്നത് അതിനാണ്. വിശ്വസിക്കേണ്ടുന്ന കാര്യങ്ങൾ, വിശ്വസിക്കേണ്ടത് എപ്പോഴും സത്യങ്ങളിലാണ് വിശ്വസിക്കേണ്ടത്. അങ്ങനെ നമ്മൾ വിശ്വസിക്കേണ്ടുന്ന ഈ അഖില പ്രപഞ്ചങ്ങളുമായി ബന്ധപ്പെട്ട ഏറ്റവും അടിസ്ഥാനപരമായ പരമമായ യാഥാർത്ഥ്യമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹിൻ്റെ ഏകത്വം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ വിശ്വാസ കാര്യങ്ങൾ, അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം, പ്രവാചകന്മാരെക്കുറിച്ചുള്ള വിശ്വാസം, പരലോകത്തെക്കുറിച്ചുള്ള വിശ്വാസം തുടങ്ങി ധാരാളം നമ്മൾ വിശ്വസിക്കേണ്ടുന്ന കാര്യങ്ങൾ. വിശ്വാസമില്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ സത്യം നമുക്കറിയില്ല എന്നതാണ് വിശ്വാസ കാര്യങ്ങൾ നഷ്ടപ്പെട്ടാലുള്ള പ്രശ്നം. സത്യം അറിയാതെ നമ്മളൊരു കാര്യത്തിൽ പ്രവർത്തിച്ചാൽ നമ്മൾ ഉറപ്പായിട്ടും എന്തിൽ ചെയ്യും? അബദ്ധത്തിൽ ചെന്ന് ചാടും. പുറത്തെന്താ നടക്കുന്നത് എന്നറിയാതെ പുറത്തേക്ക് ഇറങ്ങിയാൽ നമ്മൾ പൊട്ടത്തരത്തിൽ ചാടും. അപ്പം അതുകൊണ്ട് നമ്മുടെ കർമ്മങ്ങൾ ശരിയാവണമെങ്കിൽ എന്ത് ചെയ്താലാണ് തനിക്ക് ഗുണകരമാവുക, എന്ത് ചെയ്താലാണ് ദോഷകരമാവുക എന്ന് തീരുമാനിക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ് യഥാർത്ഥത്തിൽ ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന സത്യങ്ങൾ എന്നറിയലാണ്. അതിനാണ് ഈമാൻ കാര്യങ്ങൾ എന്ന് പറയാം. അപ്പോൾ വിശ്വാസപരമായ മാർഗദർശനങ്ങൾ. രണ്ടാമത് കർമ്മപരമായ മാർഗദർശനങ്ങൾ. വിശ്വാസം കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട നമ്മുടെ ജീവിതത്തിലെ മറ്റൊരു കാര്യമാണ് നമ്മുടെ കർമ്മങ്ങൾ. നമ്മുടെ വായ കൊണ്ട് നമ്മൾ പറയുന്ന വാക്കുകളും നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾ കൊണ്ട് നമ്മൾ ചെയ്യുന്ന പലതരത്തിലുള്ള പ്രവൃത്തികളും. ഇതിലേതൊക്കെയാണ് ശരി, ഏതൊക്കെയാണ് തെറ്റ്, എന്തൊക്കെ നമുക്ക് ഇത് വെച്ച് ചെയ്യാം, എന്തൊക്കെ ചെയ്തുകൂടാ, എന്തൊക്കെ കാണാം, എന്തൊക്കെ കണ്ടുകൂടാ, എന്തൊക്കെ കേൾക്കാം, എന്തൊക്കെ കേട്ടുകൂടാ, എന്തൊക്കെ പറയാം, എന്തൊക്കെ പറഞ്ഞുകൂടാ. വളരെ ജൈവികമായ നമ്മുടെ ആഗ്രഹങ്ങളും വികാരങ്ങളും ഏതൊക്കെ മാർഗത്തിൽ നമുക്ക് ശരിയായി വിനിയോഗിക്കാം, ഏതൊക്കെ മാർഗങ്ങളിൽ അത് വിനിയോഗിച്ചുകൂടാ. ഇങ്ങനെയുള്ള
നമ്മുടെ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾ, അത് ഇസ്ലാമിൻ്റെ ഉള്ളടക്കങ്ങളിൽ പെട്ട രണ്ടാമത്തെ കാര്യമാണ്. മൂന്നാമത്തേത് അഖ്ലാഖാണ്, ധാർമ്മികത, മൂല്യങ്ങൾ എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ സ്വഭാവങ്ങൾ. മനുഷ്യൻ ജീവിതത്തിൽ അനിവാര്യമായും സ്വീകരിക്കേണ്ടുന്ന സൽസ്വഭാവങ്ങൾ എന്തൊക്കെയാണ്, മനുഷ്യൻ ജീവിതത്തിൽ നിന്ന് നിർബന്ധമായും അകറ്റി നിർത്തേണ്ടുന്ന ദുസ്വഭാവങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചുള്ള മാർഗനിർദ്ദേശങ്ങൾ. സത്യസന്ധത എല്ലാ കാലത്തും മൂല്യമാണ്, സൽസ്വഭാവമാണ്. അതേസമയത്ത് കളവ് എല്ലാ കാലത്തും അത് മോശം സ്വഭാവമാണ്, തിന്മയാണ്. ഇത് നിർണയിക്കുന്നത് ആരാണ്? സ്വഭാവശീലങ്ങളിലെ നന്മ തിന്മകൾ, ശരിതെറ്റുകൾ തീരുമാനിക്കുന്നത് ആരാണ്? അത് ഇസ്ലാമാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനാണത് തീരുമാനിക്കാനുള്ള അധികാരം. കാരണം തൻ്റെ സ്വഭാവം കൊണ്ടും തൻ്റെ കർമ്മം കൊണ്ടും തൻ്റെ വിശ്വാസം കൊണ്ടും തനിക്ക് ഏറ്റവും ഗുണകരമായ, തൻ്റെ ജീവിതത്തിന് ഏറ്റവും ഗുണകരമായത് വരുത്താൻ എങ്ങനെയാണ് കഴിയുക എന്ന് നമ്മളെക്കാൾ നന്നായി അറിയുന്നവൻ അള്ളാഹുവാണ്. അള്ളാഹുവിന് അറിയാത്തതായി ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ അള്ളാന്റെ യുക്തി പിഴക്കുകയില്ല. അതുകൊണ്ട് നമുക്ക് അവലംബിക്കാൻ ഏറ്റവും പറ്റിയ യുക്തിയും അറിവും അത് അള്ളാഹുവിൻ്റെതാണ്. അപ്പൊ ശരിക്കും നമ്മൾ ഇസ്ലാമിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് ശരിക്ക് യുക്തിവാദമാണ്. അതാണ് ശരിക്കുള്ള യുക്തിവാദം. നമ്മൾ ബുദ്ധി കൊണ്ട് ആലോചിച്ചിട്ട് നമുക്ക് ജീവിതത്തിൽ ഏറ്റവും ഗുണകരമായ ഐഡിയകൾ പറഞ്ഞു തരാൻ ഏറ്റവും നല്ലത് എന്താണ് എന്ന് ആലോചിക്കുമ്പോൾ ഒരു മനുഷ്യൻ എത്തിച്ചേരുന്ന തീരുമാനമാണെന്ത്? ഞാൻ എൻ്റെ അറിവിനെ അവലംബിച്ച്, ഞാൻ എന്നെ അവലംബിച്ചാൽ എനിക്കറിയുന്നത് എത്രയാണെന്നുള്ളത് എനിക്കറിയാം. എനിക്ക് അറിയുന്നതിനേക്കാൾ എത്രയാണ് എൻ്റെ വിവരക്കേട് എന്ന് എനിക്ക് തന്നെ അറിയാം. അതുകൊണ്ട് എൻ്റെ അറിവ് കുറവായത് കൊണ്ട് തന്നെ എൻ്റെ യുക്തിയും പിഴക്കും. എന്നെ പോലെ തന്നെയാണ് ഈ ഭൂമിയുള്ള സകല മനുഷ്യരെയും. അതുകൊണ്ട് ശരിയായ മാർഗം കണ്ടെത്താൻ ഈ ഭൂമിയുള്ള ഒരു മനുഷ്യന്റെ ബുദ്ധിയെയും ചിന്തയെയും നമുക്ക് വിശ്വസിച്ച് അവലംബിക്കാൻ പറ്റൂല. കാരണം ആർക്കും സമ്പൂർണ്ണ അറിവില്ല. പിഴക്കാത്ത യുക്തി മനുഷ്യന്മാർക്ക് ആർക്കും ഇല്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് നല്ല ഐഡിയ പറഞ്ഞു തരാൻ, ജീവിതത്തിന് പറ്റുന്ന ഏറ്റവും നല്ല ഐഡിയ നമുക്ക് പറഞ്ഞു തരാൻ ഏറ്റവും നല്ലത് അറിവിൽ ന്യൂനതകളില്ലാത്ത, അറിയാത്തതായി ഒന്നുമില്ലാത്ത, എല്ലാം അറിയുന്നവനായ, അതുകൊണ്ട് തന്നെ ഒരിക്കലും യുക്തി പിഴക്കാത്ത ഹക്കീമായ അള്ളാന്റെ മാർഗനിർദ്ദേശങ്ങൾ പിൻപറ്റുന്നതാണെന്ത്? കോമൺ സെൻസ് കൊണ്ട് ആലോചിച്ചാൽ തന്നെ മനുഷ്യന് വിജയിക്കാനും നല്ല വഴിയിലാകാനുമുള്ള മാർഗം അതാണ്. ഇത് കൂടാതെ പിന്നീട് വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും ഉള്ളത് മുൻകാല സമൂഹങ്ങളുടെ ചരിത്രങ്ങളാണ്. ആ ചരിത്രങ്ങൾ വെറുതെ കഥാസ്വാദനത്തിന് വേണ്ടി പറഞ്ഞതല്ല, മറിച്ച് അത് ഗുണപാഠങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഈ പറഞ്ഞതിൽ നമ്മുടെ വിശ്വാസം, നമ്മുടെ കർമ്മങ്ങൾ, നമ്മുടെ സ്വഭാവങ്ങൾ ഇതെല്ലാം ചേർന്ന് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പുലർത്തേണ്ടുന്ന നല്ല ആചാരങ്ങൾ, നല്ല പതിവുകൾ, നല്ല പെരുമാറ്റശീലങ്ങൾ, ഇതിനെയാണ് യഥാർത്ഥത്തിൽ സദാചാരം എന്ന് പറയുന്നത്. സദാചാരം എന്ന് പറഞ്ഞാൽ സദ് ആചാരം എന്നാണ്. സദ് എന്ന് പറഞ്ഞാൽ നല്ലത്, നല്ല ആചാരം. ആചാരം എന്ന് നമ്മളൊരു കാര്യത്തിന് പറയപ്പോഴാണ്, എപ്പോഴെങ്കിലും ചെയ്യുന്ന ഒരു കാര്യത്തിന് ആചാരം എന്ന് പറയില്ല. ശീലങ്ങൾക്കാണ് എന്ത് പറയാ? ആചാരം എന്ന് പറയാം. അപ്പൊ ജീവിതത്തിൽ മനുഷ്യൻ പുലർത്തേണ്ടുന്ന കുറെ നല്ല ആചാരങ്ങൾ, നല്ല ശീലങ്ങളുണ്ട്. പ്രത്യേകിച്ചും അവന്റെ പെരുമാറ്റവുമായി ബന്ധപ്പെട്ട്, അതിൽ തന്നെയും അള്ളാഹുമായിട്ടുള്ള ബന്ധം, അതിൽ അള്ളാഹിനോട് എങ്ങനെയാണ് പെരുമാറുന്നത് എന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ മനുഷ്യരുമായുള്ള ബന്ധങ്ങളിലെ പെരുമാറ്റശീലങ്ങൾ, അതും ദീൻ മാർഗദർശനം ചെയ്യുന്നതിൽപ്പെട്ടതാണ്. അപ്പൊ മനുഷ്യർക്കിടയിൽ ഉള്ള ബന്ധങ്ങൾ പ്രത്യേകിച്ചു സദാചാരം എന്ന് പറഞ്ഞാൽ വിശാലമായ അർത്ഥമുള്ള കാര്യമാണ്. പക്ഷേ ഇപ്പോൾ നിലവിൽ നമ്മുടെ ഒരു സാഹചര്യത്തിൽ സദാചാരം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വരുന്നത് എന്തിനെ കുറിച്ചാണ്? സമൂഹത്തിൽ മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങൾ
ബന്ധങ്ങളിൽ പാലിക്കേണ്ടുന്ന പെരുമാറ്റ മര്യാദകളെക്കുറിച്ചാണ്. അതിൽ തന്നെ സവിശേഷമായി ആൺ പെൺ ബന്ധങ്ങളിൽ പാലിക്കേണ്ടുന്ന മര്യാദകളെക്കുറിച്ചാണ് നമ്മൾ സദാചാരം എന്ന് സവിശേഷമായി ഇപ്പോഴത്തെ ഉള്ള ഒരു കാലത്തൊക്കെ പറയാറുള്ളത്. സദാചാര പോലീസിങ് എന്ന പ്രയോഗമൊക്കെ ഉണ്ട്. അത് കേട്ടാൽ അപ്പോൾ ആ വാർത്ത എന്തിനെ കുറിച്ചായിരിക്കും? ഒരാണും പെണ്ണും പരസ്യമായിട്ട് എന്തോ ചെയ്തത് ആരോ ചോദ്യം ചെയ്തതിനെ കുറിച്ചാണ് എന്ത് സദാചാര പോലീസുകാർ എന്ന് പറയാം. അപ്പം അതൊന്നും ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന തീർപ്പിലേക്ക് നമ്മുടെ സമൂഹം അധപ്പതിച്ചു പോയതാണ്. നേരത്തെ കുറ്റകരം, പ്രകൃതി വിരുദ്ധം എന്നൊക്കെ കരുതിയിരുന്ന പലതും അത് പ്രകൃതി വിരുദ്ധവുമല്ല കുറ്റകരവുമല്ല എന്ന് കോടതി വിധികളിലൂടെ സ്ഥാപിക്കപ്പെട്ട കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ സദാചാര സങ്കല്പങ്ങൾ അട്ടിമറിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സദാചാര പാഠങ്ങൾ എന്ന് പറയുന്നത് അങ്ങനെ കാലത്തിനനുസരിച്ചും മനുഷ്യരുടെ താൽക്കാലികമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയും മാറി മറിയുന്നതല്ല എന്ന് മാത്രമല്ല, മനുഷ്യന്റെ പരാജയത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാരണം അത് മനുഷ്യന്റെ സദാചാര തകർച്ചയായിരിക്കും എന്നാണ് മനുഷ്യ ചരിത്രം ആരംഭിക്കുന്നതിൻ്റെ ഒന്നാമത്തെ സന്ദർഭത്തിൽ ആദ്യത്തെ മനുഷ്യരായ ആദമിനും ഹവ്വക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള പരീക്ഷണത്തിലൂടെ പഠിപ്പിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ ആദമും ഹവ്വയും വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചതിൻ്റെ വിശദീകരണം നടത്തുന്നത് വളരെ ശ്രദ്ധേയമാണ്. ഫവസ്വസ ലഹുമ ശൈത്വാൻ, അവർ രണ്ടുപേർക്കും പിശാച് വസ്വാസുണ്ടാക്കി, ദുർബോധനം നടത്തി. എന്തിനു വേണ്ടിയാ ദുർബോധനം നടത്തിയത്? ശരിക്ക് അള്ളാഹു വിലക്കിയ മരത്തിലെ കനി തിന്നാനുള്ള വസ്വാസാണ് ഉണ്ടാക്കിയത്. പക്ഷെ ഖുർആൻ പറയുന്നത് അങ്ങനെയല്ല. ഖുർആൻ പിശാച് വസ്വാസ് ഉണ്ടാക്കിയത് അവരെ കനി തീറ്റിക്കാനാണ് എന്ന സ്വഭാവത്തിലേ അല്ല പറയുന്നത്. മറിച്ച് ഖുർആൻ പറയുന്നത് ഫവസ്വസ ലഹുമ ശൈത്വാൻ ലിയുബ്ദിയ ലഹുമാ മാ വൂരിയ മിൻ സൗആതിഹിമാ. പ്രത്യക്ഷത്തിൽ അല്ല വിലക്കിയ സ്വർഗത്തിലെ ഒരു മരത്തിലെ കനി തീറ്റിക്കാനാണ് പിശാച് ആദമിനെയും ഹവ്വയെയും പ്രേരിപ്പിച്ചതെങ്കിലും പിശാചിന്റെ ശരിക്കുമുള്ള ഉദ്ദേശം അതായിരുന്നില്ല. പിശാച് അവരിൽ വസ്വാസ് ഉണ്ടാക്കിയത് ലിയുബ്ദിയ ലഹുമാ മാ വൂരിയ മിൻ സൗആതിഹിമാ, മറഞ്ഞു കിടന്നിരുന്ന അവരുടെ നഗ്നതകൾ പുറത്ത് കാണിക്കാൻ വേണ്ടിയാണ് ഇബ്ലീസ് കെണിയൊരുക്കിയത്. ഇബ്ലീസിന്റെ ഉദ്ദേശം എന്തായിരുന്നില്ല? ആദമിനെ കൊണ്ടും ഹവ്വയെ കൊണ്ടും ഒരു മരത്തിലെ കനി തീറ്റിക്കുക എന്നതായിരുന്നില്ല അയാളുടെ ഉദ്ദേശം. മറിച്ചെന്താണ്? അവരെ കൊണ്ട് അള്ളാഹുവിനെ ധിക്കരിപ്പിക്കുക, അള്ളാഹു ഹറാമാക്കിയതിനെ അവരെ കൊണ്ട് ലംഘിപ്പിക്കുക. അള്ളാഹു ഹറാമാക്കിയത് ലംഘിച്ചാൽ അതിൻ്റെ സ്വാഭാവികമായ ഫലം എന്ന് പറയുന്നത് മനുഷ്യന്റെ നഗ്നത പുറത്താകും എന്നതാണ്. അപ്പം മനുഷ്യനെ വഴിപഴപ്പിക്കാനുള്ള ഒന്നാമത്തെ തന്ത്രം ഇബ്ലീസ് പ്രയോഗിച്ചത് മനുഷ്യന്റെ നഗ്നത പുറത്ത് കാണിക്കാനുള്ള വസ്വാസ് ഉണ്ടാക്കിയിട്ടാണ്. എന്നിട്ട് അള്ളാഹു പിന്നീട് അത് വിശദീകരിക്കുമ്പോൾ പറയുന്നത് അവർ കനി ഭക്ഷിച്ചതോടുകൂടി മറഞ്ഞു കിടന്നിരുന്ന അവരുടെ നഗ്നതകൾ പുറത്തു വന്നു. അങ്ങനെ ആദമും ഹവ്വയും സ്വർഗത്തിലുണ്ടായിരുന്ന ചെടികളിൽ നിന്ന് ഇലകൾ പറിച്ച് നാണം മറക്കാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ വിലക്കിനെ നിങ്ങൾ ലംഘിച്ചു കഴിഞ്ഞാൽ, അള്ളാഹുവിൻ്റെ മാർഗദർശനത്തിൻ്റെ ഭാഗമായി മുന്നോട്ട് വെച്ചിട്ടുള്ള സദാചാര മര്യാദകളെ നിങ്ങൾ ലംഘിച്ചാൽ നിങ്ങൾ വഷളാകും, നിങ്ങളുടെ നഗ്നത പുറത്തു കാണും, നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങളുടെ ന്യൂനതകൾ പുറത്തു വന്ന് നിങ്ങൾ വഷളായി പോകും എന്ന പാഠമാണ് മനുഷ്യ ചരിത്രത്തിൻ്റെ ആരംഭത്തിൽ അള്ളാഹു നൽകുന്നത്. എന്നിട്ട് അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യത്തിൽ മനുഷ്യരെ സവിശേഷമായി ഉപദേശിക്കുകയും ചെയ്തു. ആദമിൻ്റെ ഈ കഥ വെറുതെ ഇങ്ങനെ, ആദമിൻ്റെയും ഹവ്വയുടെയും കഥ ഇങ്ങനെ വെറുതെ പറഞ്ഞു നിർത്തിയില്ല. ആ കഥയിൽ നിന്ന്, ആ ചരിത്രത്തിൽ നിന്നുള്ള ഗുണപാഠം മനുഷ്യരെ അള്ളാഹു പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ട് അള്ളാഹ് പറയാൻ സൂറത്തുൽ അഅറാഫിൽ വളരെ വൃത്തിയിൽ ഈ കാര്യങ്ങൾ പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. അള്ളാഹ് ഉപദേശിക്കുകയാണ്, യാ ബനി ആദം. ഈ കഥ ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നെ അള്ളാഹ് പറയാൻ, യാ ബനി ആദം, മനുഷ്യരെ അഥവാ ആദം സന്തതികളെ,
അതുകൊണ്ട് നിങ്ങൾ ഈ കഥയൊക്കെ കേട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ലാ യഫ്തിനന്നകുമുശ് ശൈത്വാൻ, പിശാച് നിങ്ങളെ കുഴപ്പത്തിൽ ചാടിക്കാതിരിക്കണം. പിശാച് നിങ്ങളെ കുഴപ്പത്തിൽ ചാടിക്കാതെ നിങ്ങൾ സൂക്ഷിക്കണം, ഫിത്നയിലാക്കാതെ നിങ്ങൾ സൂക്ഷിക്കണം. ലാ യഫ്തിനന്നകും എന്ന് പറഞ്ഞാൽ പിശാച് നിങ്ങളെ ഫിത്നയിൽ കൊണ്ടുപോയി ചാടിക്കും. അങ്ങനെ ചാടിക്കാതെ നിങ്ങൾ നോക്കണം. കമാ അഖ്റജ അബവൈക്കും മിനൽ ജന്ന, നിങ്ങളുടെ മാതാപിതാക്കളായ ആദമിനെയും ഹവ്വയെയും അവൻ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയതുപോലെ നിങ്ങളെയും അവൻ കുഴപ്പത്തിൽ കൊണ്ടുപോയി ചാടിക്കുന്നതിന് നിങ്ങൾ നന്നായി സൂക്ഷിക്കണം. യൻസിഉ അൻഹുമാ ലിബാസഹുമാ, എങ്ങനെയാണ് ആദമിനെയും ഹവ്വയെയും അവൻ സ്വർഗത്തിൽ നിന്ന് പുറത്തു ചാടിച്ചത്? യൻസിഉ അൻഹുമാ ലിബാസഹുമാ, അവർ രണ്ടുപേരുടെയും വസ്ത്രമുരിഞ്ഞുകൊണ്ടാണ് അവൻ അവരെ സ്വർഗത്തിൽ നിന്ന് പുറത്തു ചാടിച്ചത്. അപ്പം മരത്തിലെ കനി അത് തിന്നാന്നൊന്നും അല്ല വിഷയം. അതിനുള്ളിൽ യഥാർത്ഥ ലക്ഷ്യം എന്ന് പറയുന്നത് മനുഷ്യന്റെ വസ്ത്രമൂരിക്കുക, എന്നിട്ട് നാണം ഇല്ലാതെ മാനമില്ലാതെ നഗ്നത വെളിവാക്കുക. നഗ്നത വെളിവാക്കുന്നത്, ആഭാസത്തരങ്ങളിൽ മുഴുകുന്നത്, അശ്ലീലതകളിൽ മുഴുകുന്നത്, ലക്കും ലഗാനുമില്ലാത്ത ബെല്ലും ബ്രേക്കുമില്ലാത്ത സ്ത്രീ പുരുഷ ബന്ധങ്ങളിൽ ഏർപ്പെടുന്നത്, കലയുടെ പേരിലും സംഗീതത്തിന്റെ പേരിലും സിനിമയുടെ പേരിലും നാടകത്തിന്റെ പേരിലുമൊക്കെ ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിലുള്ള ആഭാസത്തരങ്ങളും അഴിഞ്ഞാട്ടവും നടമാടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുക. ഇത് ഇബ്ലീസിന്റെ കെണിയാണ്. അത് സമൂഹത്തിൽ വ്യാപിച്ചാൽ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ പൂർവ്വപിതാക്കന്മാരെ ആദമിനെയും ഹവ്വയെയും കെണിയിൽ വീഴ്ത്തിയതുപോലെ മനുഷ്യ മക്കളെ കെണിയിൽ വീഴ്ത്തുന്നതിൽ ഇബ്ലീസ് വിജയിച്ചിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. യൻസിഉ അൻഹുമാ ലിബാസഹുമാ, നിങ്ങളുടെ വസ്ത്രം ഊരുക എന്നത് അവന്റെ ഒരു ലക്ഷ്യമാണ്. ലിയുരിയഹുമാ സൗആതിഹിമാ, നഗ്നത പുറത്ത് കാണാൻ മനുഷ്യന്റെ ഒരു പ്രകൃതത്തിൽ തൻ്റെ ശരീരത്തിൽ നിന്ന് പുറത്ത് കാണാൻ മനുഷ്യൻ ഇഷ്ടപ്പെടാത്തതിനെ പുറത്ത് കാണിക്കുക. ഇത് ഇബ്ലീസിന്റെ കെണിയാണ്. എന്നിട്ട് പറയുന്നത്, ഇന്നഹു യറാക്കും ഹുവ വഖബീലുഹു മിൻ ഹൈസു ലാ തറൗനഹും, യഥാർത്ഥത്തിൽ അവനും അവൻ്റെ കൂട്ടാളികളും നിങ്ങളെ നിങ്ങൾ കാണാത്ത, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത കോണുകളിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ടി അവൻ വലകൾ നെയ്തുകൊണ്ടിരിക്കുന്നു, വല വിരിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ്. അപ്പൊ മനുഷ്യനെ വഴിതെറ്റിക്കുന്നതിൻ്റെ മാർഗത്തിൽ പിശാച് സ്വീകരിക്കുന്ന ഒന്നാമത്തെ നിലപാടാണ്, ഒന്നാമത്തെ സൂത്രാണെന്ത്? മനുഷ്യന്റെ നഗ്നതയുമായി ബന്ധപ്പെട്ടതും സ്ത്രീ പുരുഷ ബന്ധവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് ആ മേഖലയിലുള്ള ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. വളരെ കുത്തഴിഞ്ഞ സ്വാതന്ത്ര്യവാദം ഉന്നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കണ്ണടച്ചിരുട്ടാക്കിയിട്ട് കാര്യമില്ല. ലിബറലിസം എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഇസ്ലാമിൻ്റെ മുസ്ലിങ്ങളുടെ അഖീദക്കെതിരിൽ വളരെ അപകടകരമായി ഉയർന്നു വന്നിട്ടുള്ള ഒരാശയമാണ് ഉദാര സ്വാതന്ത്ര്യവാദം എന്ന് പറയുന്നത്. നമ്മളൊക്കെ ഒരു അർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ അതിന് അടിമപ്പെട്ടവരാണ്. നമുക്കും തോന്നുന്നുണ്ട് പല കാര്യങ്ങളിലും ചിട്ടവട്ടങ്ങളൊന്നും വേണ്ടതില്ല, ഇഷ്ടമുള്ളതുപോലെ ജീവിക്കുന്നതിലാണ് രസമുള്ളത് എന്ന് നമുക്ക് തോന്നുന്നുണ്ട്. പലർക്കും നമ്മൾ അങ്ങനെയുള്ള സ്വാതന്ത്ര്യം വകവെച്ചു കൊടുക്കാൻ വെമ്പൽ കൊള്ളുന്നുണ്ട്. അവർ കുട്ടികളല്ലേ, അവരവരുടെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ എന്നത് കുട്ടികളുടെ നിലക്കുള്ള പെരുമാറ്റങ്ങൾ, അവരുടെ വസ്ത്രധാരണങ്ങൾ, അവരുടെ പെൺകുട്ടികളാണെങ്കിൽ ആൺകുട്ടികളുമായിട്ടുള്ള ഇടപഴകൽ, ആൺകുട്ടികളാണെങ്കിൽ പെൺകുട്ടികളുമായിട്ടുള്ള ഇടപഴകൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ തെറ്റായ രീതികൾ കണ്ടു തുടങ്ങിയിട്ടും അത് ഇപ്പോൾ അങ്ങനെയുള്ള കാലമല്ലേ, അത് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തു കൊള്ളട്ടെ എന്ന് സമ്മതിച്ചു കൊടുക്കുന്ന അർത്ഥത്തിൽ നമ്മൾ മുസ്ലിം രക്ഷിതാക്കൾ തന്നെയും മാറിയിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്.
അത് നമ്മളെ വലിയ അപകടങ്ങളിലേക്കാണ് കൊണ്ടുചെന്നെത്തിക്കുക. സദാചാര മേഖലയിൽ ഇസ്ലാമിൻ്റെ പാഠങ്ങളിൽ ഏറ്റവും കർക്കശമായ കാര്യം വ്യഭിചാരം നിരോധിച്ചിരിക്കുന്നു, അത് കുറ്റമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു എന്നതാണ്. അതാണ് അതിൻ്റെ അറ്റം. സബഉൽ മൂബിഖാത്തിൽ 7 വൻപാപങ്ങളിൽ ഷിർക്കും സിഹറും പറഞ്ഞതിന് ശേഷം, കൊലപാതകം പറഞ്ഞതിന് ശേഷം, 4ാമത് പല ഹദീസുകളിലും എണ്ണിയിട്ടുള്ളത്, വിശുദ്ധ ഖുർആനിലും പറഞ്ഞിട്ടുള്ള കുറ്റമാണ് വ്യഭിചാരം എന്ന് പറയുന്നത്, അവിഹിതമായ സ്ത്രീ പുരുഷ ബന്ധം എന്ന് പറയുന്നത്. അതൊരൊറ്റ സാധനമല്ല. അതിനെ അടിസ്ഥാനപരമായി അങ്ങനെ വ്യഭിചാരത്തിലേക്ക് അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള ബന്ധം എത്തിച്ചേരുന്നതിലേക്ക് നയിക്കുന്ന എല്ലാ വാതിലുകളെയും അടച്ചു കളഞ്ഞ് ഇസ്ലാമിക സമൂഹത്തിൻ്റെ സദാചാര വിശുദ്ധിയെ കാത്തുസൂക്ഷിക്കുക എന്ന നയമാണ് ഇസ്ലാമിനുള്ളത്. അതുകൊണ്ട് അന്യ സ്ത്രീ പുരുഷന്മാർ പരസ്പരമുള്ള നോട്ടം മുതൽ നിയന്ത്രിച്ചിട്ടാണ് ഇസ്ലാമിൽ സദാചാര പാഠങ്ങളുള്ളത്. അതെന്തിനാ? ഇപ്പോഴത്തെ കാലത്ത് അതൊക്കെ നടക്കോ എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ ചോദിക്കാൻ മെനക്കെട്ടാൽ, അതിനെ നിസ്സാരമായി കണ്ടാൽ സംഭവിക്കാൻ പോകുന്നത്, ഇത് വാതിലിൻ്റെ ഒരു വഴിയുടെ അറ്റമാണത്. കാഴ്ചയിൽ നിയന്ത്രണമില്ലാതെ ഉദാരമായി ആ വാതിൽ അവിടെ തുറന്നു കൊടുത്താൽ, ആ വാതിലിലൂടെ പ്രവേശിക്കാൻ ഒരു ആണിനോ പെണ്ണിനോ അവസരമുണ്ടായാൽ, അതുറപ്പായും ഘട്ടം ഘട്ടമായി വളർന്ന് അത് ഏറ്റവും അപകടകരമായ അവിഹിത ബന്ധത്തിലേക്ക് നയിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഉദാഹരണങ്ങൾ ധാരാളമാണ് നമുക്ക്. നിങ്ങൾക്കറിയുമോ, മുസ്ലിം പെൺകുട്ടികളിൽ തന്നെയും ഗർഭധാരണത്തിന് ശേഷം വിവാഹം നടക്കേണ്ടി വരുന്ന ഗതികേടുള്ള രക്ഷിതാക്കളുള്ള കുടുംബങ്ങൾ എത്രയാണ് എന്ന്, ഇപ്പോൾ വിവാഹങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ വളരെ അപകടകരമായ സാഹചര്യങ്ങൾ ഇതുണ്ടായിട്ടുണ്ട്. സദാചാര പാഠങ്ങളെ നമ്മൾ മറന്നിരിക്കുന്നു. അതുകൊണ്ട് നമുക്കുണ്ടായിട്ടുള്ള ഷർറുകൾ വലുതാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ, പുതിയ കാലത്തിൻ്റെ പേരിൽ, ന്യൂ ജനറേഷൻ്റെ പേരിൽ അതിനു നേരെയൊക്കെ കണ്ണടക്കുന്ന സമീപനം നമുക്കുണ്ടായിരിക്കുന്നു. നമുക്ക് അതൊക്കെ ഉണ്ടായത്, ഈ അപകടകരമായ രീതിയിലേക്ക് കാര്യങ്ങളൊക്കെ വളർന്നത് ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ നിസ്സാരവൽക്കരിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചാൽ നമുക്ക് മനസ്സിലാവുക, ഇസ്ലാം അത്തരത്തിലുള്ള എല്ലാറ്റിലേക്കും നയിക്കുന്നതിൻ്റെ വാതിൽ തന്നെ അടച്ചു കളയുന്നു എന്നതാണ്. അതുകൊണ്ട് ഇസ്ലാമിലെ സദാചാര പാഠങ്ങൾ ഏറ്റവും കൃത്യമായി വിശദീകരിക്കുന്ന, സമഗ്ര സ്വഭാവത്തിൽ ഏതാണ്ട് വിശദീകരിക്കുന്ന വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നൂറാണ്. സൂറത്തുൻ നൂറിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്ന നിയമങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, ഒരു മനുഷ്യൻ തൻ്റേതല്ലാത്ത ഒരു വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ എങ്ങനെയാണ് കടന്നു വരേണ്ടത്, അവിടെ അനുവാദം ചോദിക്കേണ്ടത് എങ്ങനെയാണ്, അനുവാദം ചോദിച്ചിട്ട് മറുപടി കിട്ടിയില്ലെങ്കിൽ അയാൾ എന്താണ് ചെയ്യേണ്ടത്, തിരിച്ചു പോരണം. ഇനി അകത്തു നിന്ന് വിളി കേട്ടിട്ട് ഇപ്പോൾ ഇങ്ങോട്ട് വരണ്ട എന്ന് ഗൃഹനാഥൻ പറഞ്ഞാൽ ഒരു മുഷിപ്പും തോന്നാതെ തിരിച്ചു പോരണം. ഇത് അവർക്ക് സൗകര്യപ്പെട്ട സമയമല്ല എന്ന് കരുതി ഒരു വീട്ടിലെ ഗൃഹനാഥൻ തന്നെയാണെങ്കിൽ പോലും പുറത്ത് ഒരു യാത്ര കഴിഞ്ഞ് സ്വന്തം വീട്ടിലേക്ക് അസമയത്ത്, വീട്ടുകാർ പ്രതീക്ഷിക്കാത്ത സമയത്ത് കടന്നു വരരുത് എന്ന് ദീൻ നിയമം പറഞ്ഞിരിക്കുന്നു. വരുമ്പോൾ പിറകു വശത്തുകൂടി വരരുത്, വീടിന്റെ മുൻഭാഗത്തോടുകൂടി തന്നെ കടന്നു വരണം എന്ന് പറഞ്ഞിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ പിറകിലൂടെയൊക്കെ കടന്നു വരുമ്പോൾ വീട്ടിലുള്ള, ഒരുപക്ഷെ വീട്ടിനകത്ത് തന്നെ നമുക്ക് നമ്മുടെ ബന്ധുക്കളായിരിക്കെ അന്യരെ പോലെ കാണേണ്ടുന്ന സ്ത്രീ പുരുഷന്മാരുണ്ടാകും. അപ്പൊ അവരുടെ ഔറത്തുകളിലേക്ക് കണ്ണു പോകാനുള്ള ഒരു സാഹചര്യവും ഉണ്ടാകരുത് എന്ന് കരുതിയിട്ടാണ് അത്തരം നിയമങ്ങൾ. അപ്പൊ അതുകൊണ്ട് പിറകുവശത്തുകൂടി വരരുത് എന്നതാണ്. ഇപ്പോ റീലുകളിൽ മുഴുവൻ ഗൾഫുകാരും അല്ലാത്തവരും വീട്ടുകാർക്ക് സർപ്രൈസ് കൊടുക്കുകയാണ്. പ്രതീക്ഷിക്കാത്ത സമയത്ത് വീട്ടിലേക്ക് കടന്നു വരിക എന്ന് മാത്രമല്ല, അത് വീഡിയോയിൽ പകർത്തുക, എന്നിട്ട് പല കോലത്തിലുള്ള സ്വന്തം ഉമ്മയെയും ഭാര്യയെയും അടക്കം ലോകത്തിന് മുമ്പിൽ പ്രദർശിപ്പിക്കുക. ഇതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ഒരു
വൈറലാകാനുള്ള പ്രധാനപ്പെട്ട ഒരു മാർഗ്ഗതാണ്. വീട്ടുകാർക്ക് സർപ്രൈസ് കൊടുക്കുക എന്നാണ് പറയാം. വീട്ടുകാർക്ക് മാത്രമല്ല, നട്ടപ്പാതിര നേരത്ത് ആൺകുട്ടികളും പെൺകുട്ടികളുമായ വിദ്യാർത്ഥികൾ ചേർന്ന് ഗിഫ്റ്റ് വാങ്ങി ടീച്ചറെ വീട്ടിൽ പോയി 12 മണിക്ക് വിളിച്ചുണർത്തി സർപ്രൈസ് കൊടുക്കുന്ന കാലമാണിത്. സംഗതി രസമല്ലേ എന്ന് ചോദിച്ചാൽ രസമാണ്. പക്ഷേ മനുഷ്യന്മാർ പരസ്പരമുള്ള ഇടപെടലുകളിൽ പാലിക്കേണ്ടുന്ന എല്ലാ മര്യാദകളെയും ലംഘിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള ആഭാസത്തരങ്ങൾ, കേവലം സോഷ്യൽ മീഡിയ ഉണ്ടാക്കി തരുന്ന ഒരു ഫെയിം, ഒരു വ്യാജ പ്രശസ്തി, അത് കണ്ടും വരുമാനം കൊണ്ടും ഇത് നമ്മുടെ സമൂഹത്തിൽ വ്യാപകമാവുകയാണ്. സ്വന്തം വീട്ടിനകത്ത് തന്നെ ഒന്നിച്ച് ജീവിക്കുന്ന ഒരു കുടുംബത്തിൽ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ മക്കൾ സ്വന്തം ഉമ്മയുടെയും ഉപ്പയുടെയും റൂമിലേക്ക് കടന്നു ചെല്ലുമ്പോൾ 3 സമയങ്ങളിലാണെങ്കിൽ വാതിൽ മുട്ടി പുറത്തു നിന്നൊരു അന്യൻ വരുന്നത് പോലെ വാതിൽ മുട്ടി അനുവാദം ചോദിച്ചേ കടന്നു വരാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. കാരണം അവർ വസ്ത്രം അഴിച്ചു വെച്ച് വിശ്രമിക്കുന്ന സമയങ്ങളാണ് പറഞ്ഞത്. സുബഹിക്ക് മുമ്പുള്ള സമയം, ളുഹറിന് ശേഷമുള്ള സമയം, ഇശാക്ക് ശേഷം കിടക്കുന്ന സമയം. ഇത്തരം സമയങ്ങളിൽ എന്തെങ്കിലും ആവശ്യത്തിന് ഉമ്മയുടെയും ഉപ്പയുടെയും റൂമിലേക്ക് കടന്നു ചെല്ലേണ്ടുന്ന അവസ്ഥ മക്കൾക്കുണ്ടായാൽ, പ്രായപൂർത്തിയായ മക്കൾക്കുണ്ടായാൽ പുറത്തു നിന്ന് വാതിൽ മുട്ടി ഉമ്മ ഉപ്പ അകത്ത് വരട്ടെ എന്ന് അനുവാദം ചോദിക്കണം. ഇപ്പൊ വരണ്ട, പോയിക്കോ, പിന്നെ കാണാം എന്ന് പറഞ്ഞ് തിരിച്ചു പോരണം. അല്ല, അപ്പൊ പറ്റില്ല, ഇപ്പൊ തന്നെ കാണണം എന്ന് പറഞ്ഞ് വാതിൽ ഉന്തി തുറന്ന് അങ്ങോട്ട് അകത്തേക്ക് കടക്കാൻ പാടില്ല. അത് സദാചാര മര്യാദക്ക് വിരുദ്ധമാണ്. ഒരു സഹാബി റസൂലിനോട് ഈ നിയമം ഇറങ്ങിയപ്പോൾ ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, എൻ്റെ ഉമ്മ, വാപ്പ മരിച്ചിക്കണ്, ഉമ്മറ്റക്കാണ്, ഞാൻ എൻ്റെ ഉമ്മയുടെ സദാസമയത്തെ സേവകനാണ്, എപ്പോഴും ഉമ്മാക്ക് പ്രായാധിക്യം കൊണ്ട് പ്രയാസപ്പെടുന്ന ഉമ്മാനെ സേവനം ചെയ്യുന്ന ആളാണ് ഞാൻ. അപ്പൊ ഞാനും ഓരോ ആവശ്യത്തിന് ഉമ്മാന്റെ ആവശ്യം നിർവഹിച്ചു കൊടുക്കാൻ ഇങ്ങനെ ഉമ്മാന്റെ റൂമിലേക്ക് ചെല്ലുമ്പോൾ ഉമ്മ ഞാൻ അകത്ത് കടക്കട്ടെ എന്ന് ചോദിച്ച് അനുവാദം ചോദിക്കണോ? അതൊരു ഭയങ്കര ഇടങ്ങേറുള്ള പണിയല്ലേ? റസൂൽ തിരിച്ചു ചോദിച്ചത്, നീ എപ്പോഴെങ്കിലും ഒരിക്കൽ നിന്റെ ഉമ്മയെ വസ്ത്രമില്ലാതെ നഗ്നയായി കാണാൻ നീ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നാണ് ചോദിച്ചത്. അയാൾക്ക് കാര്യം ക്ലിയറായി പെട്ടെന്ന്. ആ മാതാവിനോട് അങ്ങനെയുള്ളൊരു അറ്റാച്ച്മെന്റ് ഇല്ലാത്തവർക്ക് അത് പറഞ്ഞാൽ തിരിയില്ല. റസൂലിന്റെ മുമ്പിൽ ഒരാൾ ഇസ്ലാം സ്വീകരിക്കാൻ കണ്ടീഷൻ വെച്ച് വന്നിട്ടുണ്ട്. റസൂലെ, ഞാൻ ഇസ്ലാം സ്വീകരിക്കാൻ സന്നദ്ധനാണ്, പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവൃത്തി വ്യഭിചാരാണ്, അതിനുള്ള അനുവാദം എനിക്ക് നിലനിർത്തി തരണം, ബാക്കിയുള്ളതൊക്കെ ഓക്കെ എന്ന് പറഞ്ഞു. അപ്പൊ റസൂല് അയാൾക്കെതിരെ ചാടി വീണില്ല, അതൊന്നും പറ്റൂല, ദീനിൽ വിലക്കിയ ഹറാമായ കാര്യമാണ്, ഇജ്ജ് വണ്ടി വിട്ടോ എന്നൊന്നും പറഞ്ഞില്ല. റസൂൽ അയാളെ വേറെ രീതിയിൽ കൈകാര്യം ചെയ്തു. അയാളെ പിടിച്ചിരുത്തി. എന്നിട്ട് സമാധാനത്തിൽ അയാളോട് ചോദിച്ചു, നിന്റെ ഉമ്മയെ ആരെങ്കിലും വ്യഭിചാരത്തിന് ഇരയാക്കുന്നത് നിനക്ക് ഇഷ്ടപ്പെടുമോ എന്ന് ചോദിച്ചു. അപ്പൊ അയാൾക്ക് രക്തം തിളച്ചു. അയാള് ഹാലിളകി പ്രതികരിച്ചു. അടങ്ങ് എന്ന് പറഞ്ഞു. നിന്റെ ഭാര്യയുമായി ആരെങ്കിലും വ്യഭിചരിക്കുന്നത് നിനക്ക് ഇഷ്ടമാവുമോ? നിന്റെ പെങ്ങളുമായി, നിന്റെ മകളുമായി ആരെങ്കിലും വ്യഭിചരിക്കുന്നത് ഇഷ്ടമാവുമോ? ഇങ്ങനെ 4 ചോദ്യം. അയാൾ പറഞ്ഞു, റസൂലെ, എനിക്ക് കാര്യം മനസ്സിലാക്കിയിരിക്കുന്നു. അയാൾ റസൂലിന്റെ സദസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്, റസൂലെ, ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഈ ഭൂമിയിൽ എനിക്ക് ഏറ്റവും പ്രിയങ്കരമായ കാര്യം വ്യഭിചാരമായിരുന്നു. ഇപ്പോൾ ഞാൻ ഇവിടെ നിന്ന് പോകുന്നത് ഈ ഭൂമിയിൽ ഞാൻ ഏറ്റവും വെറുക്കുന്ന കാര്യം വ്യഭിചാരമാണ് എന്ന നിലക്കാണ്. ഇത് ഫലിക്കും ആർക്ക്? കുടുംബ ബന്ധങ്ങളിൽ പ്രധാനമാണ്. ഉമ്മയെ ഉമ്മയായി കാണാനും പെങ്ങളെ പെങ്ങളായി കാണാനും മകളെ മകളായി കാണാനും ഉള്ള സദാചാര ബോധമുള്ളവരുടെ മുമ്പിൽ ഈ ചോദ്യം ഫലിക്കും. സമയത്ത് ഇന്നൊരാളോട് ആ ഐഡിയ നമ്മൾ എടുത്താലോ? ലിബറലിസത്തിന്റെ വാദം അനുസരിച്ച് ഒരു ആണിനോട് പെങ്ങളുടെ ദുർനടപ്പിനെ കുറിച്ച് പറഞ്ഞാൽ അയാൾ പറയുക, അത് ഓളെ ജീവിതമല്ലേ, ഓക്ക് ഓളെ ഇഷ്ടമാണ് എന്നാണ് പറയുക. അങ്ങനെ പറയാനാണ് ലിബറലിസം നമ്മളെ പഠിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അത് ചെലവാകൂല. അതുകൊണ്ടാണ് ലിബറലിസത്തിന്റെ പ്രധാന അജണ്ടയായി സദാചാരം തകർത്ത് മനുഷ്യർക്ക് അവരുടെ ലൈംഗിക ആവശ്യങ്ങൾ കുടുംബത്തിൽ നിന്ന് ഹലാലായ മാർഗത്തിൽ കിട്ടുന്നതിനെ നിർത്തി അതിന് പകരം മാർക്കറ്റുകളിൽ സെക്സ് വർക്കേഴ്സിനെ, വ്യഭിചാരശാലകൾ തുറന്ന്
കച്ചവടമുണ്ടാക്കാനുള്ള പദ്ധതിയുടെ ഭാഗമാണെന്ത്? കുടുംബത്തെ തകർക്കുക എന്ന് പറയുന്നത്. കുടുംബത്തെ തകർത്താൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, നമുക്ക് ഇപ്പോൾ കുടുംബത്തിൽ നിന്ന് ആണിനും പെണ്ണിനും കിട്ടിക്കൊണ്ടിരിക്കുന്ന കുറേ സേവനങ്ങളും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഞാൻ സ്വതന്ത്രനായി, എനിക്ക് കുടുംബവും വേണ്ട, ഭാര്യയും വേണ്ട, മക്കളും വേണ്ട, എനിക്ക് വരുമാനമുണ്ട്, ജോലിയുണ്ട്, ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചു കൊള്ളാം, ഞാൻ എനിക്കിഷ്ടമുള്ളതുപോലെ ജീവിച്ചു കൊള്ളാം എന്ന് ഞാൻ തീരുമാനിച്ചാൽ എന്താ സംഭവിക്കുക വെച്ചാൽ, നാളെ മുതൽ എനിക്ക് എൻ്റെ കുടുംബത്തിൽ നിന്ന് എൻ്റെ വസ്ത്രം അലക്കി തേച്ച് കിട്ടുന്നത് നിൽക്കും. പിന്നെ എൻ്റെ വസ്ത്രം ഞാൻ എന്ത് ചെയ്യണം? ഞാൻ തന്നെ അലക്കി തേക്കണം. അപ്പം ഞാൻ ഒരുപാട് തിരക്കുകൾക്കിടയിൽ ഞാൻ ആലോചിച്ചാൽ ഞാൻ അതിന് സമയം കളയാനിക്കില്ല. അപ്പം പിന്നെ ഞാൻ പെട്ടെന്ന് എന്താ ആലോചിക്കും? പൈസ കൊടുത്താൽ അപ്പോൾ ആരെങ്കിലും ഇത് അലക്കി തേച്ച് തരുമോന്നാവോ എന്ന് ആലോചിക്കും. അപ്പോഴേക്കിന് മാർക്കറ്റിൽ, അങ്ങാടികളിൽ പിന്നെ അലക്കി തേച്ച് തരുന്ന കടകൾ സുലഭമായിരിക്കും. എനിക്ക് മിക്കവാറും സമയങ്ങളിൽ ഭക്ഷണം വെച്ചുണ്ടാക്കി തരുന്നത് എൻ്റെ വീട്ടിൽ, എൻ്റെ കുടുംബത്തിൽ നിന്ന് എൻ്റെ ഉമ്മയോ ഭാര്യയോ ആണ്. ഇപ്പോൾ കുടുംബം വേണ്ട, എല്ലാവരും സ്വതന്ത്രമായി ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാൻ തീരുമാനിച്ചാൽ, കുടുംബം തകർന്നാൽ പെരീന്ന് ഭക്ഷണം കിട്ടൂല, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും. അപ്പോൾ എൻ്റെ ഭക്ഷണം ഞാൻ തന്നെ ഉണ്ടാക്കണം എന്ന് പറയുമ്പോൾ എല്ലാ നേരമൊന്നും, പ്രത്യേകിച്ചും നമ്മൾ ആണുങ്ങൾക്ക് വെച്ചുണ്ടാക്കി തിന്നണ ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യും? പൈസ കൊടുത്ത് വാങ്ങാൻ തീരുമാനിക്കും. അപ്പോൾ ഭക്ഷണക്കമ്പോളം, ഫാസ്റ്റ് ഫുഡ് വിപണി വളരെ സജീവമായിട്ടുണ്ട്. അപ്പം അതൊക്കെ ചെറിയ കാര്യമാണ്. അതിനപ്പുറത്ത് വലിയ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് എൻ്റെ ലൈംഗിക ആവശ്യങ്ങളുടെ പൂർത്തീകരണം ഇപ്പോൾ നടക്കുന്നത് ഞാൻ ഹലാലായി വിവാഹം കഴിച്ച് എൻ്റെ ഭാര്യയിലൂടെയാണ് ഞാനത് പൂർത്തീകരിക്കുന്നത്. എൻ്റെ ഭാര്യ എന്നിലൂടെയാണ് അത് പൂർത്തീകരിക്കുന്നത്. കുടുംബം തകർന്നാൽ ഭാര്യ ഭർത്താക്കന്മാരില്ല. എനിക്കെൻ്റെ ലൈംഗിക ആവശ്യം ഇതിങ്ങനെ തള്ളി വരുന്ന സാഹചര്യമാണ് പുറത്തുള്ളത്. മൊബൈൽ തുറന്നാലും സിനിമ കണ്ടാലും എന്ത് കേട്ടാലും ഒക്കെ കല എന്ന പേരിൽ മനുഷ്യനെ ഇങ്ങനെ ലൈംഗികമായി ത്രസിപ്പിച്ച് ഏത് പെണ്ണിനെ കണ്ടാലും കയറി പിടിക്കാൻ തോന്നുന്ന വിധം ഒരു വികാരത്തിൻ്റെ, ഒരു ലൈംഗിക വികാരത്തിൻ്റെ ഒരു വലിയ ബോംബായി മനുഷ്യനെ നിലനിർത്തുന്ന സാഹചര്യമാണ് ഉള്ളത്. ആ മനുഷ്യന് ലൈംഗികാവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ കുടുംബം എന്ന വിഹിതമായ ഹലാലായ മാർഗം ഇല്ലെങ്കിൽ അയാൾ എന്തിനു നിർബന്ധിതനാകും? അയാളിത് കാശ് കൊടുത്ത് ആ ആവശ്യം നേടാൻ അയാൾ നിർബന്ധിതനാകും. അങ്ങനെ അയാൾ തിരയുമ്പോഴേക്കിന് നമ്മുടെ നാടുകളിലൊക്കെ, ബോംബെയിൽ മാത്രമാണ് നമുക്ക് കേട്ട് പരിചയമുള്ളത്, റെഡ് സ്ട്രീറ്റുകൾ പോലെയുള്ള വ്യഭിചാരശാലകൾ നമ്മുടെ നാടുകളിൽ തുറക്കപ്പെട്ടിരിക്കും. അത്തരത്തിലുള്ള വലിയ കമ്പോള സാധ്യതകൾ കണ്ടുകൊണ്ടുകൂടിയാണ് ഇത്തരം ആശയങ്ങൾ നമ്മുടെ സദാചാര ബോധങ്ങളെ തകർക്കാൻ, നമ്മുടെ മതബോധത്തെ തകർക്കാൻ, നമ്മളിലുള്ള ഇസ്ലാമികതയുടെ അവസാനത്തെ തരിമ്പും ഇല്ലാതാക്കാനുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് കുറച്ച് ഗൗരവത്തിൽ അള്ളാഹുവോട് ഒട്ടിച്ചേർന്ന് നിൽക്കുക, അള്ളാഹിൻ്റെ ദീനിനോടും ദീൻ മുന്നോട്ട് വെക്കുന്ന വിശ്വാസ മാർഗദർശനങ്ങളോടും കർമ്മപരമായ മാർഗദർശനങ്ങളോടും സദാചാരപരമായ പാഠങ്ങളോടും ഒട്ടിച്ചേർന്ന് നിൽക്കുക. ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഗുണഫലങ്ങൾ നമുക്ക് നഷ്ടപ്പെടുന്ന വിധത്തിൽ ഈ സമൂഹത്തിൻ്റെ അലകും പിടിയും അത് ഇല്ലായ്മ ചെയ്യപ്പെടും. കുടുംബം തകർക്കപ്പെടും. അതുപോലെ തന്നെ സാമൂഹ്യ ബന്ധങ്ങൾ തകർക്കപ്പെടും. മനുഷ്യൻ തീർത്തും സ്വാർത്ഥനായി അവനവൻ്റെ ജീവിതം, അതിന് അപരനെ ഏത് രീതിയിൽ ചൂഷണം ചെയ്താലും പ്രശ്നമല്ല, ഞാനല്ലാത്തവരെല്ലാം എന്നെ സംബന്ധിച്ചിടത്തോളം നരകമാണ് എന്ന തിയറി വളരെ നേരത്തെ തന്നെ മുതലാളിത്തം ഉണ്ടാക്കി വെച്ചിട്ടുള്ള തിയറിയാണ്. അതുകൊണ്ട് സ്വന്തത്തെയല്ലാത്ത മറ്റൊരാളെയും, അത് സ്വന്തത്തിന് ജന്മം നൽകിയിട്ടുള്ള മാതാപിതാക്കളാണെങ്കിൽ പോലും സാമ്പത്തികവും ഭൗതികവുമായ ലാഭനഷ്ടങ്ങളുടെ കണക്ക് നോക്കിയല്ലാതെ അവരെയൊന്നും ഉൾക്കൊള്ളാനും അവരോടൊന്നും കടപ്പാടും കടമയും ബാധ്യതയും പുലർത്താനും കഴിയാത്ത ജീവിത സങ്കല്പങ്ങളിലേക്ക് നമ്മളെ വഴിമാറ്റാനുള്ള ബോധപൂർവമായ അജണ്ടകൾ, അത് നമ്മൾ കാണുന്ന സോഷ്യൽ മീഡിയകളിലൂടെയും നമ്മൾ ഉപയോഗിക്കുന്ന വാർത്താമാധ്യമങ്ങളിലൂടെയും നമ്മൾ കാണുന്ന സിനിമകളിലൂടെയും ഒക്കെ അത് പ്രൊമോട്ട് ചെയ്യപ്പെടുകയാണ്. നമ്മൾ അറിഞ്ഞും അറിയാതെയും, നമ്മളല്ലെങ്കിലും നമ്മുടെ വളർന്നു വരുന്ന തലമുറ അതിന് വിധേയപ്പെടുകയും അടിമപ്പെടുകയും ചെയ്യുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് വളരെ മാന്യമായി യുക്തിപരമായി
എല്ലാവരെയും യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും കെണികളിൽ വീണുപോകുന്നതിൻ്റെ, പിശാചിൻ്റെ കെണികളിൽ അകപ്പെട്ടു പോകുന്നതിനെക്കുറിച്ചുള്ള ജാഗ്രത നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യേണ്ടുന്ന സന്ദർഭമാണിത്. കൂടുതൽ അള്ളാഹുവിൻ്റെ ദീനിനോട് ചേർന്ന് നിൽക്കുന്ന സന്ദർഭമാണിത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ സംസാരം അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചതിനൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം അള്ളാഹു തന്നെ നിർണയിച്ചതാണ്. ആ ലക്ഷ്യത്തിൽ നമ്മൾ വിജയിക്കുകയും പരാജയപ്പെടുകയും ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ വിജയവും പരാജയവും ഉള്ളത് എന്ന് മനസ്സിലാക്കി ഈ ജീവിതത്തിൽ വിജയം നേടിയെടുക്കാൻ അള്ളാഹുവിൻ്റെ ഉദാത്തമായ മാർഗദർശനമായ ഇസ്ലാമിനെ പിൻപറ്റി ഇസ്ലാമികമായൊരു ജീവിതത്തെ കെട്ടിപ്പടുക്കുകയും അതിനെ മുന്നോട്ട് നയിക്കുകയും അതുവഴി നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ജീവിതത്തിൽ വിജയവും സന്തോഷവും നേടിയെടുക്കുകയും ചെയ്യാനുള്ള തുണയും തൗഫീഖും പ്രദാനം ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ നമ്മളിൽ നിന്ന് വന്നുപോയിട്ടുള്ള വീഴ്ചകൾ കാരുണ്യവാനായ നാഥൻ നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കളെയും മക്കളെയും നമ്മുടെ കുടുംബ ബന്ധുമിത്രാദികളെയും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി അനുഗ്രഹിക്കുകയും നമുക്കെല്ലാവർക്കും അള്ളാഹു ഹിദായത്ത് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അള്ളാഹു നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരുടെ ഖബർ ജീവിതങ്ങളിൽ അള്ളാഹു അവർക്ക് സുഖവും സന്തോഷവും പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗികൾക്ക് അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാതരം രോഗങ്ങളുടെയും എല്ലാതരം ഷർറുകളിൽ നിന്നും അള്ളാഹു നമ്മെയും അവരെയും കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. അവർക്കും നമുക്കും അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്ന, പ്രത്യേകിച്ചും മുസ്ലിങ്ങളായതിൻ്റെ പേരിലും ഇസ്ലാമിന് വേണ്ടി നിലകൊള്ളുന്നതിൻ്റെ പേരിലുമൊക്കെ അക്രമമർദ്ദനങ്ങൾക്ക് ഇരയായിക്കൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ചും ഫലസ്തീനിലുള്ള ഗസയിലുള്ള നമ്മുടെ സഹോദരങ്ങൾ, അള്ളാഹു അത്തരത്തിൽ പീഡനങ്ങൾക്കിരയായിക്കൊണ്ടിരിക്കുന്ന, അക്രമമർദ്ദനങ്ങൾക്കിരയായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മുഴുവൻ സഹോദരങ്ങളെയും കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മിലൂടെ ഇസ്ലാമിലൂടെ നമുക്കും ഐസ്സത്ത് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് طيب ثراهم واجعل الجنة مأوانا ومأواهم اللهم أجرنا من النار اللهم أجرنا ووالدينا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا توفنا مسلمين والحقنا بالصالحين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم فاغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين سبحان ربنا رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين آمين والسلام عليكم ورحمة الله وبركاته.